പള്ളിക്കാത്തോ? പിടിച്ചോ? ഇവൻ ഇറങ്ങിയില്ലേ ഇതുവരെ? ഒന്ന് ഇറങ്ങി വാടാ വാവേ. നിനക്ക് അവിടെ 11 മണിക്ക് എത്തണ്ടേ? പുലർകാല സുന്ദര സ്വപ്നം കഴിഞ്ഞമ്മേ, ഇപ്പറങ്ങും. എത്ര മാസം വീട്ട്? 2 എണ്ണം. പൈപ്പ് ശരിയല്ല. പൈപ്പിന് പകരല്ലേ പാട്ടിടുന്നത്? എന്തിനാ എടുത്ത് കൊണ്ടുവന്ന്? ഓ, ഞാനൊന്ന് തുറന്നേ ഉള്ളൂ. അല്ല ചേട്ടൻ നാടല്ലേ ഇപ്പോഴും ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു നടക്കാൻ? അതും ഏതോ ഒരു മാർക്കറ്റിംഗ് കമ്പനിയുടെ. എടി, മാർക്കറ്റിംഗ് കമ്പനിയുടെ മാനേജറാണ്. കിട്ടിക്കഴിഞ്ഞാലേ പിന്നെ ക്യാബിനിൽ ഇരുന്നാൽ മതി. ഇങ്ങനെ ഓട്ടോ ആയിട്ട് തെണ്ടണ്ട. ചേട്ടൻ ഇത് എന്തോന്ന് പറഞ്ഞിട്ടാ ഇങ്ങനെ തന്നെ എല്ലാരും പറയുന്നത്? അവസാനം ടൈം കേട്ട് വീട് തോറും നടക്കാം. ഞാൻ നടന്നോളാം. ഓ, നടന്നു. ഒന്ന് മിണ്ടായിരിക്കടി. നീ പോയിക്കോ മോനെ. അതെ, ഈ ഷർട്ടിങ്ങിനകത്തിട്ട നിനക്ക് അവിടെ ചെല്ലുമ്പോ ഒന്നുകൂടെ പോണോന്ന് തോന്നിയാലോ? ആ സുരേഷ് ചിലപ്പോ ഓട്ടോക്ക് വരും. താക്കോല് കൊടുത്തേക്ക്. എന്താ ഇന്നലത്തെ ഇന്റർവ്യൂ? എന്താവാൻ, കുഞ്ഞോള് പറഞ്ഞ പോലെ തന്നെ ഏതോ കമ്പനിയുടെ പേരും പറഞ്ഞ് ഹോം ഡെലിവറി. ഇന്നലെ ബാഗിൽ പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. വാ വിളിച്ചിട്ട് വന്നില്ലല്ലോ. അങ്ങേരെ അയക്കുന്ന പൈസ അപ്പം തന്നെ പിൻവലിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത മാസം അയക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ വരാൻ പറഞ്ഞേ. അതൊരു ദിവസം കഴിഞ്ഞിട്ട് എടുത്താലെന്താ? ബാങ്കല്ലേ, അവിടെ കിടക്കൂലേ? അതിന്റെ ഉലുമാലൊന്നും എനിക്കറിയില്ല, അങ്ങേർക്കേ അറിയൂ. എന്തായാലും വാവ കാരണം എനിക്ക് കണക്കിന് കിട്ടി. ടൈം കെട്ടി മാനേജർ ആവുമ്പോഴല്ലേ. കളിയാക്കാ സിസ്റ്ററേ, നമുക്ക് ടൈം കെട്ടണ്ട, മാനേജറും ആവണ്ട.
പെങ്ങളുടെ കല്യാണം നടത്തണം. വലിയ കടമൊന്നും ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകണം. മേഴ്സി സിസ്റ്ററേ, അച്ചായനോട് പറഞ്ഞിട്ടേ എനിക്ക് അവിടെ ചെറിയൊരു ജോലി വാങ്ങിത്താ. കൊള്ളാം. കാനഡയിലോ? അങ്ങ് ദുബായിക്ക് പോകണമല്ലാത്ത എളുപ്പമൊന്നുമല്ല കാനഡയിൽ പോവാൻ. ഭയങ്കര ചെലവാ. ഈ ഞാൻ തന്നെ എത്ര കാലമായിട്ട് ശ്രമിക്കുക. അങ്ങോട്ട് പോവാണോ കാനഡയ്ക്ക്? ഉടനെ ഉണ്ടോ? ആ, ഈ പ്രാവശ്യം എല്ലാം ശരിയാവുന്ന പറഞ്ഞേ. അമ്മച്ചിയേ, നിങ്ങളാകെ രണ്ടുപേരല്ലേ ഉള്ളൂ. കഴിഞ്ഞ മാസമല്ലേ ഞാൻ ഒരു കുറ്റി കൊണ്ടുവന്ന് തന്ന്. അമ്മച്ചിയേ, അവളോ? ആ, ഞാൻ കരുതി നീ ഇത് കൊടുത്തിട്ട് നേരെ ആശുപത്രിയിലേക്ക് പോയെന്ന്. നിന്റെ മറ്റേ കുന്ത്രാണ്ടത്തിൽ ആരാണ്ടൊക്കെയോ വിളിച്ചു. ഒന്നും മയങ്ങാനൊത്തില്ല, വിളിയോട് വിളി. അതെ, വേറൊരു ഫോണുണ്ട്, അത് ഓഫ് ചെയ്യാൻ മറന്നു അമ്മ. കാനഡയിലേക്ക് പോകണമെന്ന് പറയുന്നവർക്ക് ഇച്ചായം കൊടുക്കുന്ന നമ്പറാ. മറുപടി പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു. അപ്പൊ അച്ഛനാള് പറ്റി പ്രോത്സാഹനാണല്ലേ. നീ അതിങ്ങോട്ടെടുത്ത് വെക്കടാ. കൈ നീട്ടുവാണ് സിസ്റ്ററെ. വേണ്ട, വെച്ചോ. എടാ വാവേ, നീ കവലയില്ലായിരുന്നോ? ഇല്ലിക്ക, എന്ത് പറ്റി? നമ്മുടെ അത്തിക്കാട്ട പ്രസാദ് ഏട്ടനെ കറണ്ട് അടിച്ചെന്ന് പറയുന്ന കേട്ട് രാവിലെ ടൗണിൽ നിന്ന്. എന്നിട്ട് വേറൊന്നും അറിഞ്ഞില്ല. അതെ, ഊതിയ വെള്ളം വെച്ച് നിക്കണ്ട, പിന്നെ പരവിലുണ്ടാകും. ആ ആ എടാ ബാവേ, ആ പ്രസാദിന്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അയാൾക്ക് ഓപ്പോസിറ്റീവ് രക്തം വേണമെന്ന്. നീയൊക്കെ എന്ത് കോണാപ്പന്മാരാണ്? ഒന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞൂടെ? ഞങ്ങള് നിന്നെ കാത്തിരിക്കില്ലെന്നാ. ഈ സിസ്റ്ററോട് ബാക്കി പോയതല്ലേ, പോണത് ഞങ്ങള് കണ്ട്. അതുകൊണ്ട് പറയാൻ പാടില്ലേ? നാളിന്റെ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഓപ്പോസിറ്റീവ് അല്ലേ, കുഴപ്പമില്ലാന്ന്. ഇനി വർത്താനം പറയാതെ വന്ന് കേറി. അല്ല, ഞങ്ങൾ കണ്ടേ. വേണ്ട, വിളിക്കാം, എന്റെ ആവശ്യത്തിന് വിളിക്കാം. ഹലോ, കുറച്ച് ബ്ലഡ് വേണമായിരുന്നു. ഓപ്പോസിറ്റീവ് വേണോ? ഗെയിമിലാണോ വെച്ചാനെ? അല്ല, പണിക്കും പോടാ. പറ്റിയ ടീമിനോടാ ചോദിച്ചത്. അവന്മാരൊക്കെ ബ്ലഡ് പറ്റിപ്പോയ ടീമാ, ഊറ്റൊന്നും ഉണ്ടാവും. അതിനേക്കാളും നല്ല പ്രസാദിനെ കൊല്ലുന്ന. എടാ, നീ ടൗണിൽ നിന്നാണ് വരുന്നത്? പ്രസാദിന്റെ കാര്യം ഞാൻ വരാം, നിങ്ങളോട്ടു. നിന്റെ ബ്ലഡ് ഓപ്പോസിറ്റീവ് വേണോ? എന്റെ ഓപ്പോസിറ്റ് ഇല്ല, എനിക്ക് വേറെ സംഘടിപ്പിക്കാം. എനിക്ക് ഒരു സ്ഥലം വരെ പോകണം. എടാ, നിങ്ങളോട്ടു, ഞാൻ പറയാം. അവനോടൊന്നും പറയണ്ടായിരുന്നു. അവൻ വലിയ മറ്റേതല്ലേ, അതിന് പറയണ്ടായിരുന്നു. എന്തുന്നാടാ, അവന്റെ ദേഹത്ത് മറ്റേ റബ്ബർ പാലാണല്ലോ ഓടണത്. ഒരുത്തൻ ചാവാൻ കിടക്കുമ്പോഴാണ് അവന്റെ ഒക്കെ കേന്നലും വാങ്ങാത്തൊരു. എന്ത് തേങ്ങയാണെങ്കിലും അവൻ നല്ല മനുഷ്യനാ, സ്നേഹമുള്ളവനാ. അതിൽ കൂടുതലൊന്നും ഒന്നുമില്ല. ശൈലേന്ദ്രകുമാർ, ചെന്ന് പറയടാ. അവനെ വിളി. എടാ, അവര് വിളിച്ചെന്ന്. നിങ്ങൾ വിളിച്ചില്ലേ? കുറെ നേരം എന്തുട്ടെടുക്കണം അതിനകത്ത്. ചെല്ലാണ്. ക്ലാസ് കഴിഞ്ഞോ? ആ, എന്താടാ? എന്താണ് പ്രശ്നം? ഇന്നെന്താണ് വിഷയം? പൊട്ടിച്ചു കഴിഞ്ഞോ? തുടങ്ങിയതേ ഉള്ളു. എന്താണിക്ക? എടാ, നീ ഇന്ന് ടൗണിൽ പൊട്ടിക്കുന്നുണ്ടോ? ആ, ടൗണിൽ 3-ാം മൈലൊക്കെ ഒട്ടിക്കുന്നുണ്ട്. എടാ, ഇന്ന് ഇതും കൂടെ ഒട്ടിക്കടാ. എന്ത്? നമ്മുടെ ക്രിക്കറ്റ് ടൂർണമെന്റ് പോസ്റ്ററാടാ. ഞാൻ അതിനു വേണ്ടി വരണ്ടല്ലോ. കാശേരാടാ. കപ്പടിക്കൊക്കെ വാ, ചായ കുടിക്കാം.
അമ്മോ നിങ്ങളുടെ പുയ്യാപ്പിള വന്നാ? ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാനില്ല. ഈ ചുക്കും കുരുമുളകും എന്നൊക്കെ പറഞ്ഞ് ചുരം കയറി പോകുന്നതേ ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ചോ. സുൽത്താൻ ബത്തേരിയിലൊക്കെ നല്ല മൊഞ്ചത്തിമാരുണ്ട്. ഓ ഒന്ന് ഞാൻ കുറച്ചു നേരമായി വന്നിട്ട് അകത്ത് ഭയങ്കര ചൂടടാ. റുബീനോ ഇന്ന് വാപ്പാടെ സ്പെഷ്യൽ കാണും. ഓ ഞാൻ എവിടെയൊക്കെ തിരക്കിടാ. നീ എവിടെ പോയി കിടക്കുക? നിങ്ങൾ വാ. ആ ഞാൻ കുളിച്ചിട്ട് വരാം. നീ പറഞ്ഞാൽ എനിക്ക് ചെറിയ സംശയം കേട്ടാ. അമ്മ ഇതുവരെ കഴിഞ്ഞില്ലേ? ഇപ്പൊ കഴിയും. ബാണാസുരന്റെ ഒരു വരവുണ്ട്. ബാണാസുരം വന്നില്ലെങ്കിൽ നാളെ അണ്ണാച്ചി വരും കേട്ടോ. പലിശക്ക് എടുത്തൊരു പശുവിനെ വാങ്ങിച്ചിട്ട് പട്ടിണി കിട്ടു പോകുന്നില്ലേ? ആ പൈസ വാങ്ങിക്കാൻ. നേരത്തെ ഞങ്ങൾ തമ്മിൽ ഒരേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. തുണിക്കടയിലാണ് വർക്ക് ചെയ്തത്. അവിടെ നിന്നാണ് ഇഷ്ടത്തിൽ പോയത്. എവിടെയായിരുന്നു തുണിക്കട? അവിടെ തന്നെ കൊടുവായൂർ തന്നെ. കൊടുവായൂർ തന്നെയുള്ള തുണിക്കടയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു. ഇതേതാണ്? കഥയല്ലേ ഇത് ജീവിതം. നല്ല രസമുള്ള പരിപാടിയാണ്. നല്ല രസമുണ്ടല്ലേ? നാട്ടുകാരുടെ ജീവിതം തൊലയാണ്. നീ പോടാ, തൊലയുന്നത് കാണാനൊന്നുമല്ല. ഓരോരോ ജീവിതങ്ങളൊന്നും പഠിക്കാനുണ്ട്. പഠിക്ക് ഇതുപോലെ വന്നിരിക്ക ടി വിയിൽ. അമ്മ ചോറെടുക്ക്. സാമ്പാർ വേവ് കുറവാണല്ലോ. ഇത് ജയല്ലേ? അല്ലല്ല, നിഷ കുറ്റിപ്പുറത്തുള്ള. അല്ലടാ സുരേഖ. അല്ലടി നിഷ. ഇതാ വന്ന് നോക്ക്. ഉമ്മച്ചേ വീട്ടിലെ ദോശ എടുത്തിട്ടാണ് ഓരോന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ ദോശ ഈ ഉഴുന്ന് കണ്ടുപിടിച്ചാൽ തല്ലിക്കുമല്ലോ. ഉഴുന്നിട്ടല്ലടാ, അരിദോശയാ. ആ അതുകൊണ്ടാണ് കഴിക്കാന്ന് വെച്ചത്. ഷാജാന അരിദോശ ഉണ്ടോ? തിന്ന് ഒരെണ്ണം എടുത്താട്ടോ. രാവിലെ 10 മണിക്കുണ്ടോ ഫൈനലാണ്. അവർക്ക് എന്തായാലും പുറത്തുനിന്നാണ് ഉറപ്പാ. സ്ഥിരം ഓട്ടമാണ്, അല്ലെങ്കിൽ പോകണ്ടായിരുന്നു. ഞങ്ങൾ ചവിട്ടിത്തള്ളി ഒരു 10 മണിക്ക് എത്താം. എങ്ങനെയല്ലേ പറഞ്ഞോട്ടോ. നിനക്കൊന്നും നാണമില്ലടാ, വയസ്സായി എന്നിട്ടും കളിച്ചു നടക്കുന്നു. എടാ വാവേ, ഷാജഹാന്റെ പ്രായത്തിലേ അവന്റെ വാപ്പയ്ക്ക് 8 മക്കളുണ്ടായിരുന്നു. 8 മക്കളാ? ആ, 2 മറ്റേ കുടിയില്ല. 2 കുടുംബത്തെ അങ്ങേര് നന്നായിട്ട് നോക്കി. നീയൊക്കെ ഇപ്പോഴും ഉമ്മമാരുണ്ടാക്കി തരുന്നതും കഴിച്ച് കുട്ടിയും കോലും കളിച്ച് നടക്കുന്നു. ഡാ, നിനക്ക് കല്യാണമൊന്നും വേണ്ടേ? അവനെന്താ ഒരു കുറവ്? 8 മക്കളൊന്നും നടക്കൂലമ്മ. പോടാ അവിടുന്ന്. നോക്കാല്ലേ? 10 മണി. കാപ്പടിക്കണോട്ടോ. മുഖ്യാതിഥി സ്ഥലം സർക്കിൾ ഇൻസ്പെക്ടർ തോമസ് കുരുവിള സാർ ഇരു ടീമുകളെയും പരിചയപ്പെടുകയാണ്. ഇന്ന് നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ഇവനോട് കാണാനില്ല. എപ്പോ വരാനാവോ? രാജേഷ് എന്താ? ഹക്കി ഹക്കി ഹക്കി. സമീർ സമീർ. ഇത് ശൈലേന്ദ്ര. ഓൾ ദി ബെസ്റ്റ്. വാവ. ഓക്കേ വാവ. സാലി. സാലി. ആസിഫ്. ഒച്ചയായിട്ട് ഞാൻ എത്താം. ഇല്ല വിളിക്കണ്ട, ഞാൻ എത്താം. ചെമ്പരിക്ക യുണൈറ്റഡ് ക്രിക്കറ്റ് ടീമും വിനായക കാണക്കാരിയും തമ്മിൽ കൊമ്പോടുന്ന മത്സരം. താലിക്കപ്പന്റെ നേതൃത്വത്തിലുള്ള യുഎയുടെ താലിക്കുള്ളമാരും വിനായക കാണക്കാരുടെ പണം പോരാളികളും നേർക്കുനേർ വരുമ്പോൾ ഇത് നോക്കും. അവരും അങ്ങനെ കളിയല്ലേ? വാവയുടെ അതിമനോഹരമായ സിക്സറുകൾ പറക്കുന്ന ചെമ്പരിക്കയിൽ ട്രോഫി കമാൻഡിന്റെ അതിമനോഹരമായ മനോഹരമായ ഒരു ഡൈവിംഗ് ക്യാച്ചിലൂടെ സഫാൻ ഔട്ടായിരിക്കുകയാണ്. ഇനി കളി വിജയിക്കാൻ യുഎസിക്ക് 3 ബോളുകളിൽ നിന്നും 10 റൺസാണ് വേണ്ടത്. എവിടെയാണോ അങ്ങോട്ടല്ലേ പോയത്? യുണൈറ്റഡിന്റെ പടക്കുതിര പുലിക്കുട്ടി ചെമ്പരിക്കന്റെ
ഇനി ഒരു ഗോളും ഉണ്ട്, 6 റൺസും വേണം. നടക്കൂല ചന്ദ്ര. ആവേശം ആവേശം കളികളിൽ ആവേശമുള്ള മത്സരം. ആ കമാലടിച്ച് ജയിപ്പിച്ചാ മതിയായിരുന്നു. ഞാൻ അരമണിക്കൂറായി വന്നിട്ട്. കുഴപ്പമില്ല, ഇന്നലെ എന്നെ പറ്റിച്ചതല്ലേ, കുറച്ച് കിടക്കാം. കിടക്കാം. കേറിക്കോ. ശരിക്കും കുറെ നേരമായോ? ആ, കുറച്ചു നേരമായി. ഒരപ്പാപ്പിന് ട്രിപ്പ് കൊടുത്തപ്പോൾ ഭയങ്കര ഷിവറിങ്. ഞാൻ അടുത്ത് തന്നെ വേണം. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞതാ. പിന്നെ അങ്ങേരും ഇറങ്ങിയിട്ടാ ഞാനൊന്ന് ഇറങ്ങി. അതപ്പാപ്പൻ്റെ കുറ്റമല്ല. എന്തോ അല്ല, ചിലരടുത്ത് നിന്നാലും ഷിവറാവും. ആ, ഇങ്ങനെയൊക്കെ പറയാനറിയോ? ഇന്നലെ എന്താ വരാണ്ടിരുന്നേ? ഉച്ച കഴിഞ്ഞ് വരാന്ന് പറഞ്ഞതല്ലേ? ഞാൻ എത്ര നേരം കാത്തിരുന്നു അറിയാമോ? അവസാനം ബാങ്കിലെത്തിയപ്പോ സമയം 3:30 കഴിഞ്ഞു. അതെ, കളി കഴിഞ്ഞപ്പോ ലേറ്റ് ആയി. എന്നെ ആ പാർലറിന്റെ ഫ്രണ്ടിൽ ഇറക്കിയേക്ക് കേട്ടോ. എന്നിട്ട് വാ പോയിക്കോ, വെയിറ്റ് ചെയ്യണ്ട. അല്ലാലും പാർലറിന്റെ മുമ്പിൽ നിർത്തിയാ പിന്നെ വെയിറ്റിംഗ് ഒന്നുമില്ല. അവിടെ മുഖം മിനുക്കിയിട്ട് ഇറങ്ങി വരുമ്പോഴേ സമയം ഒരുപാടാവും. അടുത്ത മാസേ അങ്ങോട്ട് പോകേണ്ടതാ. മുഖത്തിന് കുറച്ച് ഭംഗിയൊന്നുമില്ലെങ്കിൽ അങ്ങേരെ എന്നെ കണ്ടിട്ട് വല്ല കാനഡയിലെ പെൺപിള്ളേരെ കൂടെ പോവും. ഓ, ഇപ്പൊ തന്നെ ആവശ്യത്തിന് കൂടുതൽ ഭംഗിയുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എന്ത് ചെയ്യും? ആണുങ്ങൾക്ക് ഭംഗിയല്ല വേണ്ടേ, ചൊണയെ വേണ്ടേ, ചൊണ. ആ, ആദ്യമൊക്കെ അങ്ങനെ പറയും. പിന്നെ ചൊണയല്ല, ചൊളയാണ് വേണ്ടതെന്ന് പറയും. അപ്പൊ സിസ്റ്റർ അടുത്ത മാസം പോവും. അതൊക്കെ പോട്ടെ, ഇനി മേലെ സിസ്റ്റർ ഒന്ന് വിളിക്കരുത് കേട്ടോ. പിന്നെ നിനക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ. എടാ, നീ അതവിടെ വെച്ച് പോസ് നോക്ക്. ഇത് കഴിയുന്നു. ഇതിപ്പോ 500-നകത്ത് 100 വയ്ക്കണോ, 100-നകത്ത് 500 വയ്ക്കണോ എന്നൊരു സംശയം. അതെന്ത് നിങ്ങൾ അങ്ങനെ പറയണേ? അകത്ത് വെച്ചാലും പുറത്തു വെച്ചാലും സുലൈമാനെ കാര്യം നടന്നാ പോരെ. മുക്കുജ, ഈ നോട്ട് നിരോധിച്ച സമയത്ത് സീരിയലും കൂടെ നിരോധിക്കായിരുന്നു. സുലൈമാനെ, വേണ്ടാത്ത വർത്തമാനമൊന്നും പറയണ്ട കേട്ടാ. ഇവിടെ നോട്ട് നിരോധിച്ചുകൊണ്ട് നിനക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായാ? പിന്നെ ഈ പരിഷ്കാരങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പരിഷ്കാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വെല്ലം വെച്ച് കഴിച്ച ആളെ കൊല്ലലും നാട്ടിൽ നിന്ന് ഓടിക്കലൊക്കെ അല്ലേ പരിഷ്കാരം. അനാവശ്യം പറയല്ലേ മുക്രി. നിങ്ങളിപ്പം മൂക്ക് മുട്ട തിന്നത് ബീഫല്ലേ? ഇവിടെ ആരെങ്കിലും കൊല്ലാൻ വന്ന നിങ്ങൾ ആരെങ്കിലും നാട്ടിൽ നിന്ന് ഓടിച്ചാ? പറയുമ്പോ എല്ലാം പറയട്ടെ. അത് തന്നെ, എവിടെയെങ്കിലും എന്തെങ്കിലും നടക്കണം പറഞ്ഞു ഇവിടെ കിടന്നുള്ളൂ. എന്തിനാ ചന്ദ്ര നിർത്ത്. എവിടെ ഒന്നുമല്ലല്ലോ, ഇന്ത്യ തന്നെ അല്ലേ? നിങ്ങളൊന്ന് നിർത്തുവോ? ഞാനിതൊന്ന് കാണട്ടെ. ഒന്ന് പറഞ്ഞു തീരട്ടെ രാജേന്ദ്ര. നീയല്ലേ പറഞ്ഞ് ഇവിടെ ഒരു കുഴപ്പമില്ല. ഇപ്പൊ എന്തായി? ഇവിടെ ഒരു കുഴപ്പമില്ല മുക്രി. നിങ്ങൾ മഞ്ഞ കണ്ണുകൊണ്ട് കാണുന്നോണ്ടാ. അപ്പൊ നമുക്കൊക്കെ മഞ്ഞക്കണ്ണ്, നിങ്ങൾക്ക് മാത്രം വെള്ളക്കണ്ണ്. രാജേന്ദ്ര, നിന്റെ പോക്ക് ഈടക്കായിട്ട് അത്ര ശരിയല്ലാട്ടാ. അതെ മുക്രി, 4 പൊറോട്ട ബീഫ് ഫ്രൈ, നീ 8 പൊറോട്ട 2 ബീഫ് ചായ. രണ്ടുപേരും പൈസ തന്നിട്ട് വേഗം സ്ഥലം വിട്ടേ. 8 പൊറോട്ട കഴിച്ചാ നീ? കൊടുക്കത്തെ തീറ്റാണല്ലോടാ നീ. പൈസ കയ്യിലുണ്ടോ? പറ്റില്ല, എഴുതണം. ആ ബാർബർ ഷോപ്പിലേക്ക് പോകണ്ട, അവിടുത്തെ TV കാടാ. പറ്റില്ല, എഴുതിക്കോ. നേരെ വീട്ടിൽ പോകാൻ നോക്ക്. ചന്ദ്ര, എഴുതിക്കോ. 4 പൊറോട്ട, ഒരു ബീഫ്, ഒരു കട്ടൻ ചായ. അച്ഛനത് എന്തിന്റെ സൂക്കേടാ? ചോദിച്ചാലെല്ലാം പറഞ്ഞു. വേണ്ടാത്തടത്ത് കയറി അഭിപ്രായം പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഞാനൊന്നും പറഞ്ഞില്ല. ആരോ നോട്ടെടുത്ത് എന്തോ തമാശ പറഞ്ഞപ്പോ സുലൈമാനും മുക്രിയും കൂടി അത് ഏറ്റുപിടിച്ചു.
അപ്പോ ഞാനൊരു അഭിപ്രായം പറഞ്ഞു. നിങ്ങൾ എന്തിനാ പറയാൻ പോയത്? ഒന്നാമത് ആ മുക്രിക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതിന്റെ കൂടെ അച്ഛൻ്റെ ഈ പൊട്ട വർത്താനം. ഈ സീരിയൽ കാണാനല്ലാതെ നാട്ടിൽ കിടക്കണ വല്ലതും അറിയണ്ടോ? അറിയാത്ത എന്തിനാ പറയാൻ പോണേ? അല്ലെങ്കിൽ അച്ഛൻ ഈയിടെ സീരിയൽ കണ്ട് കണ്ട് പറയുന്ന എല്ലാം വേണ്ട അതിനോ. നീ മിണ്ടാരിടി. നീ കൂടുതൽ പറയണ്ട. നളിനെ ഞാൻ കണ്ടിരുന്നു. ഇനി ആനന്ദ് വേണം. അങ്ങനെ ഞാനും കണ്ടിരുന്നു. നീ ഇന്നലെ ആ പള്ളിയുടെ മുന്നിൽ എന്തായിരുന്നു? കുറെ മാപ്പിള പിള്ളേരും കുട്ടി ചാട്ടവും ബഹളും, അതും ആ പള്ളിമുറ്റത്ത്. അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യന്മാർ തമ്മിൽ സഹകരിക്കാനാണോ കുറ്റം? അത് ഇക്കാലത്ത് ആരായാലും എന്താ, സ്നേഹത്തിന് പോകാൻ സമ്മതിക്കരുത്. ഈ കവലയിലെ കടയിലിരുന്ന് തള്ളുന്ന പോലെ അല്ലത്. നീ ക്രിക്കറ്റും കളിച്ച് എന്നും ചീത്ത വിളിച്ച് നടന്നോ? ഇവൾക്കൊരു ആലോചന വന്നിരുന്നു, അറിഞ്ഞോ? നീ വലിയ കപിൽ ദേവാവാൻ നടക്കല്ലേ നീ? കപിൽ ദേവ? ആലോചന കാര്യം എന്നോട് അമ്മ പറഞ്ഞു. അതൊക്കെ നടന്നോളും. പെണ്ണിന്റെ ആങ്ങളെ ക്രിക്കറ്റ് കളിക്കാൻ പോയി എന്നും പറഞ്ഞു ഒരു കല്യാണവും മുടങ്ങിയിട്ടില്ല. അതിന് ഞാൻ തന്നെ ഓടണ്ടേ? அவ்வளோ நேரம் காத்திருக்க முடியாத. என்ன பண்ணுது? அண்ணனுக்கு மங்கி கேப் இல்லையா? போதும் போதும் போதும். அண்ணா சொல்லு, பறக்க இவ்வளோ இருக்கு, க்ளீன் பண்ணட்டுமா? நீ தானே கிளீன்ற, க்ளீன் பண்ணியா? ஆமையா. ஓ, என்ன குளிரு, வண்டி விடியா? കൊടി കീറി, അത് നമ്മൾ അന്വേഷിക്കും. ആ, പുത്തൻതോപ്പിൽ അവരുടെ കൊടി കീറിയപ്പോ എന്താ സംഭവിച്ചേ? അതുപോലെ ചെയ്യണം, മുഴുവനും കീറണം. സുലൈമാൻ പറഞ്ഞതിൽ കാര്യന്റെ ഉസ്താദ്. സഹിച്ചു ക്ഷമിച്ചു നിന്നാലേ അവന്മാർ നമ്മുടെ തലയിക്കാരൻ ഇറങ്ങും. നമുക്ക് ഓനോട് പിന്നെ വേറെ കളികളാണ്. അത് തന്നെ, മുജീബിക്ക വരട്ടെ. അസ്സലാമലൈക്കും. നോക്കട്ടെ എന്തായി മുജീബ് സംഭവം? പറയട്ടെ. അപ്പുറവും ഇപ്പുറമുള്ള ഒരു കൊടികളെയും തൊട്ടിട്ടില്ല. ഇതിന്നൊരു കാര്യം വ്യക്തമാണ്, ഇത് സാമൂഹ്യ വിരുദ്ധർ ചെയ്തതല്ല. ഇത് ബോധപൂർവ്വം നമ്മൾ അവഹേളിക്കാനുള്ള ശ്രമമാണ്, അല്ലെങ്കിൽ നമുക്കെതിരെയുള്ള ഒരു വെല്ലുവിളി. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യരുത്. മുജീബ് പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇതിങ്ങനെ വിട്ടാ പറ്റൂല. ഇന്ന് കൊടി കയറി, നാളെ അത് മാറും. നമ്മുടെ ഒന്ന് കയറി കഴിഞ്ഞാൽ അവർ ഒമ്പാണ് കയറണം. കീറുന്ന കാര്യം നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളുടെ നിക്കറി കീറുന്ന കാര്യം. ഉസ്താദൊന്നും മിണ്ടാണ്ടിരിക്കണ്ട. നിങ്ങൾക്കറിയില്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്കെല്ലാം അറിയാം എന്ത് ചെയ്യണമെന്ന്. മിണ്ടാണ്ടിരുന്നോ മതി. നമ്മളിവിടെ കിടന്ന് തർക്കിക്കണ്ട ഉസ്താദെ. കേവലം ഒരു കൊടി കീറിയതല്ല ഇവിടുത്തെ പ്രശ്നം. നമ്മുടെ ആശയങ്ങൾക്കും വിശ്വാസങ്ങൾക്കും നേരെയുള്ള കടന്നുകയറ്റമാണിത്. ഇന്ന് പ്രതികരിച്ചില്ലെങ്കിൽ നാളെ എന്താ സംഭവിക്കുകയെന്ന് പറയാൻ പറ്റില്ല. പള്ളി വേണ്ടെന്നും പറയുന്നത് കഴിക്കണമെന്ന് വെച്ചാൽ ഉടനെ കൊടി തിരിച്ചു കീറണമെന്നല്ല ഞാൻ പറയുന്നത്. മുജീബ്, നിങ്ങൾ എന്തായി പറയുന്നത്? ഇത് ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട വിഷയമല്ല. ഈ മുഖർജം പറഞ്ഞ അപ്പുറത്താണ് ഈ കയറി ചിന്തിക്കുന്നത്. അല്ല, ഇത്രയും വികാരം കൊണ്ട് ആവശ്യം എന്താ? ഒന്ന് പറഞ്ഞു മനസ്സിലാക്കും ഉസ്താദേ. നീ അതേ പറയൂ, നീ അല്ല അവൻ പറയട്ടെ ഷാജാനെ. നിർത്താൻ പറയാൻ നിനക്കെന്താ അവകാശം? മുഖർജ, ഇത്രയും എടുത്തിയാടി പ്രതികരിക്കേണ്ട ഒരു വിഷയമല്ല ഇത് ഉസ്താദേ. ഇതുപോലെ സാമൂഹ്യ വിരുദ്ധ ചെയ്താണെങ്കിലോ, നമ്മളെ തമ്മിൽ അടുപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ തോപ്പിച്ച ടൗണിലെ ക്രിക്കറ്റ് ടീം ചെയ്താണെങ്കിലോ, അല്ല ഏതെങ്കിലും ഞരമ്പ് രോഗി തോന്നിയായിക്കൂടെ? ഞരമ്പ് രോഗികൾ തന്നെ. രോഗം നമ്മൾ മാറ്റും. നീനെ തൊട്ടുള്ള കളി വേണ്ടാന്ന് പറ ഷാജാനെ. ഞാൻ ആരോട് പറയാൻ? നിങ്ങൾ ആ നളിനേട്ടനെ കണ്ട് കാര്യം പറ മുസ്ലിയാർ. അതെ, ഉസ്താദ് ഒരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ ഇത് വഷളാവുകയെ. തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം. മുക്രയും സുലൈമാനും കേൾക്കാനും കൂടിയായി പറയുന്നത്. പിള്ളേരൊന്നും തൽക്കാലം വേണ്ടാത്തതിനൊന്നും പോകണ്ട. മുജീബേ, നമുക്ക് കാര്യങ്ങൾ വഷളാക്കാൻ പാടില്ല. നാടിന്റെ കോലം മാറി വരുന്നുണ്ട്, ഇല്ലെന്നല്ല, അത് നമുക്കും അറിയാം. ഇപ്പൊ നമുക്ക് ആ നളിന മൂപ്പരെ കണ്ട് കാര്യം ബോധിപ്പിക്കും. ഓരെന്ത് പറയും നോക്കാം.
ഈ പ്രശ്നം കിയാമെന്നുള്ളതിനും തീരൂല. അല്ലടാ സുലൈമാനെ? അതെ. ഓ കഷ്ടം. ഇക്ക നമുക്കൊന്ന് വെച്ച് ചോദിച്ചാലോ? എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഉദ്ധരേതാദമനാത്മാനം യൗ ആത്മാനം ഉപസാനമേത് എന്ന് പറഞ്ഞാൽ എന്താണ്? നീ നിന്റെ സഹോദരനെ സ്നേഹം കൊണ്ട് മാത്രമേ കീഴ്പ്പെടുത്താവൂ എന്നാണ്. ഈ ഭൂമിയിൽ വിവിധ ദേശങ്ങളിൽ, വിവിധ വേഷങ്ങളിൽ, വിവിധ കാലങ്ങളിൽ ജീവിച്ചിരുന്നവരെല്ലാവരും തന്നെ ആ പരമ്പൊരുളിന്റെ ആത്മാംശങ്ങളാണ്. അപ്പോൾ തൊപ്പിയിട്ടവനും കുറിയിട്ടവനും കുരിശിട്ടവനും ദൈവത്തിന്റെ മുന്നിൽ രണ്ടല്ല ഒന്നാണ്. നിന്റെ സഹോദരനെ നിറം കൊണ്ടും രൂപം കൊണ്ടും അല്ല അളക്കേണ്ടത്. ഗീത പറയുന്നത് എന്താണ്? മറ്റെന്തിന്റെ പേരിലായാലും നമ്മൾ തെറ്റിപ്പിരിയാൻ പാടില്ല. അപ്പോൾ സ്നേഹം കൊണ്ട് മാത്രം കീഴ്പ്പെടുത്തും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഒരു കീറിപ്പോയ കൊടിയല്ല, അത് സ്ഥാപിക്കാനുള്ള നമ്മുടെ കൂട്ടായ മനസ്സാണ് വലിയ കാര്യം. കൊടി ഉയർത്തുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ നളിനനെ ക്ഷണിക്കുന്നു. പടച്ചോൻ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ, വിശ്വാസങ്ങൾ പലതായാലും നമ്മളെല്ലാം ഒന്നല്ലേ? ഭാരതാംബയുടെ മക്കൾ. സനാതനമായ ഒരു സംസ്കാരമല്ലേ നമുക്കുള്ളത്? അപ്പുക്കുട്ടനും അന്തോണിയോ അബ്ദുള്ളയോ ഒന്നാണെന്ന് നമുക്കറിയില്ലേ? കേവലം ഭൗതികമായ ഒരു കൊടി, ഒരു തുണിക്കഷ്ണം ആരോ കീറിയെന്നതിന്റെ പേരിൽ തമ്മിൽ തല്ലേണ്ടവരാണ് നമ്മൾ. സർവമതസ്ഥരും ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു ഭാരതമാണ് നമ്മുടെ ലക്ഷ്യം. അത് തകർക്കാൻ നമ്മൾ ആരെയും അനുവദിക്കരുത്. ദൈവം പറയുന്നത് എന്താണ്? വിശക്കുന്നവനും കഷ്ടപ്പെടുന്നവനുമെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ പടച്ചവനെ മുൻനിർത്തി പറയുന്നു, നമ്മൾ ഒന്നാണ്. അദാനി ഉണ്ടായാലും അംബാനും ഉണ്ടായാലും നമുക്ക് എന്തായാലും ചോദിച്ചാ നമുക്ക് നമ്മുടെ കാര്യം നടക്കണം. ഷാജാനെ അദാനിയെ പറ്റി പറയണ്ട കേട്ടോ. അല്ല അദാനിന്റെ എടാ ചോദിച്ചാൽ എന്നോട് കാര്യം ചോദിച്ചു, ഞാൻ കൃത്യമായിട്ട് മറുപടിയും പറഞ്ഞു. ഞാൻ നിന്നെ വല്ലതും പറഞ്ഞു, നിന്റെ പാർട്ടിക്കാരെ ബന്ധുക്കളെല്ലാം പറഞ്ഞ അല്ല ഞാൻ അറിഞ്ഞില്ല അദാനിന്റെ മറ്റവനാണെന്നുള്ള കാര്യം. ഷാജാനെ ഞാനും നിന്നെ ചോറ് തന്നെയാണ്. നീ എന്താ പറഞ്ഞതെന്നും ആരെ പറ്റി പറഞ്ഞതെന്നും എനിക്ക് മനസ്സിലാവും കേട്ടാ. ഞാൻ എന്ത് പറഞ്ഞു, ആരെ പറ്റി പറഞ്ഞു എനിക്ക് മനസ്സിലാവും. എന്നെ മണ്ടരാക്കാൻ നോക്കുന്നത് വേണ്ട നീ. എടാ ചായ എടുത്തടാ. ഷാജഹാനെ നീ നോക്കിക്കോ, എന്താ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടാ. എടാ എന്റെ 10 രൂപയാണ് പോയത്. ഓന് വരണമെന്നുണ്ട്. ഇവിടെ കാര്യത്തിൽ തീരുമാനമാക്കാതെ എങ്ങനെയാ വരുന്നതെന്ന് വെച്ചിട്ടാണ്. അവളുടെ മൂത്തുപ്പാൻ വേണ്ടി ഒരു പയ്യൻ കോഴിക്കോട് വരണോ? വലിയ ഡിമാൻഡൊന്നും ഇല്ലെന്നാ പറയുന്നത്. നല്ല ചെക്കനാന്നാ പറഞ്ഞത്. നീ ആ സുബൈർ ചെക്കന്റെ പടം ഒന്ന് കാണിച്ചു കൊടുത്തേ. അതെത്ര കാണിക്കാനൊന്നുമില്ല, കുഞ്ഞുമോള് കണ്ടതാ. നീ ഇങ്ങോട്ട് കാണിക്കാൻ. ഒരു മിനിറ്റ്. ഇവിടെ കാര്യം ഏതാണ്ട് ഉറപ്പിച്ച മട്ട. എവിടെ നിന്നെടുത്ത് കൊടുക്കാൻ 50 പവനൊക്കെ. ആഹാ ഇതാ ചെക്കൻ കൊള്ളാലോ. സുബൈർ വിളിച്ചപ്പോ കാര്യം പറഞ്ഞായിരുന്നു. എന്താടാ ചിരിക്കണേ? ഒന്നുമില്ല. ഈ ബിരിയാണി ചട്ടവും ഇല്ലേ, അതിന് കൈയും കാലും വെച്ച പോലെ ഉണ്ട്. ഉമ്മ ഞാൻ പറഞ്ഞതല്ലേ, ഞാനത് ഡിലീറ്റ് ആക്കി കളയൂട്ടോ. നീ ഡിലീറ്റ് ആക്കിയിട്ട് കാര്യമില്ല. സുബൈർ ഇത് ഡിലീറ്റ് ആക്കൂല മോളെ. നിന്റെ കാര്യമില്ലേ കട്ടപ്പോകയാണ്. ഉമ്മ എടാ നിനക്ക് ഏതാണ്ട് കളിയൊക്കെ ഉള്ളല്ലേ? പിള്ളേരെ തോളത്ത് കയറാതെ പോയേ. ഉള്ള കാര്യം പറഞ്ഞാണ് എന്റെ റൂബി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എന്നെ അങ്ങോട്ട് കെട്ടിക്കോ. നാട്ടുകാരെ വലിയ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ കെട്ടിയാനെ. കല്യാണത്തിന് വരെ എന്തായി? അവരെന്നെ കണ്ടിട്ട് പോയി. ഏത് കാര്യത്തിന് പോയാലും അതിനകത്തൊന്ന് കേറി ഇറങ്ങണം. AKC കണ്ണൂരും DKC വടകരയും തമ്മിലുള്ള പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 17-8 എന്ന നിലയിൽ ഇതാ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കളി കഴിഞ്ഞാൽ ഉടൻ AKC ചെമ്പരിക്ക ചെമ്പരിക്ക നവോദയ വരുന്നില്ലേ? വാന്ന് കുറച്ചേരം കണ്ടിട്ട് വന്നു. അടുത്ത കൊല്ലാട്ട് ഉഗ്രങ്ങളെ വാ. എനിക്ക് ഇഷ്ടമില്ല. എന്തായി തുടങ്ങിയ തമ്മിലുള്ള ആവേശകരമായ പോരാട്ടം അവസാന ഘട്ടത്തിൽ
മത്സരത്തിന് ശേഷം എന്തായി തുടങ്ങി പറയരുത് നേരത്തെ തുടങ്ങി. സുരേഷ് മധു മറ്റേ മധു ഒന്നും മിണ്ടാനും പറ്റണില്ല. ഹലാക്കിന്റെ ഹൗലും കഞ്ഞി ഇത് വാ. എന്തിനാണ് ഇവരൊക്കെ ഇപ്പൊ ഈ കൊലക്ക് കൊടുത്ത്? തലക്കല്ലടാ, നടുവിനാണ്. ആ ഞങ്ങൾ ഹോസ്പിറ്റലാ. ആ ഓക്കെ. നീയൊക്കെ ഇതിൽ കളിക്കാനാണ് ഇങ്ങോട്ട് വന്നത്? വാടാ ഒരു സെൽഫി എടുക്കണം എന്നാലും വാ. എടാ ഒന്ന് ചിരിക്കടാ. നീയൊക്കെ എന്ത് പരാജയമാടാ? എന്നാലും നിനക്ക് അങ്ങനെ പറ്റിയടാ? വല്ലാത്ത സംഭവം പോയിട്ടാ. അമ്മ കൈ കഴുകിയിട്ടാണ് ഈ പിഴിഞ്ഞോണ്ടിരിക്കണത്. ആ കൈ കാണിച്ചേ. ആ ബെസ്റ്റ്. വേണമെങ്കിൽ കുടിച്ചാ മതി, അല്ലെങ്കിൽ നീ കുടിക്കണ്ട. എന്നാടാ മക്കളെ. അയ്യോ എനിക്ക് തൊണ്ടവേനാണ്. എടാ നോ താങ്ക്സ്. എന്നാരും കുടിക്കണ്ട പോ. ഇതിന് ഇത്രയും രുചിയുണ്ട് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ക്യാഷ് അവാർഡ് നമ്മുടെ കയ്യിൽ നിന്ന് പോയല്ലടാ. ഒരു 5 രൂപ പോക്കറ്റിലിരുന്നേനെ. അതേ സിസ്റ്റർ തന്നെ. കളിക്കാരനത് എന്ത് പറ്റി? ചെമ്പരക്കയുടെ പടത്തലവന് പടത്തലവന്റെ നടുവ് പോയി. കളിയൊക്കെയല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങൾ അഡ്മിറ്റായോ? പണിയൊന്നുമില്ലല്ലോ അമ്മേ, ഇതിനകത്തൊരു പൊടിയുണ്ടേ, കാൽസ്യം വൈറ്റമിൻ ഡി അടങ്ങിയതാ. ഇച്ചാൻ കാനഡയിൽ നിന്ന് തന്നയച്ചതാ. ഡേറ്റ് കഴിഞ്ഞാണെന്ന് നോക്കി കിട്ടാണ്. അച്ചാരൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. നീ കഴിക്കണ്ട. ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. എടാ നമ്മൾ പോന്നു. നിങ്ങൾ സംസാരിച്ചിരിക്കും. അല്ല നിങ്ങൾ പോലെ നിക്ക്. അല്ലടാ പോയിട്ട് വരാം. ഇനി അവർ നിൽക്കത്തില്ല, ഞാൻ വന്നില്ലേ. എടാ വാട്സപ്പിൽ വന്നൊക്കെ ഇങ്ങോട്ട് അയക്കിട്ടാ, സമയം പോണ്ടേ. ആയിക്കോട്ടെ. എടാ അവര് പോയത് നിന്നെ കണ്ടിട്ടൊന്നുമല്ല കേട്ടോ, എൻ്റെ ഓട്ടോമാരയിലാണ്. അതുമായിട്ട് കറങ്ങാൻ പോണതാ. എന്നാ ഞാനും ഇറങ്ങട്ടെ. വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കാലോ? ഓ അയക്കാം. പിന്നെ ഓട്ടോ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓട്ടോയ്ക്ക് ബാബ എത്തിയിട്ട് മതി. മോൾക്കെന്ന് പോണ്ടായിരുന്നോ? ഡ്യൂട്ടിയൊക്കെ ഉച്ചയ്ക്ക് കഴിഞ്ഞമ്മ. റെസ്റ്റ് എടുക്ക്, നടുവല്ലേ. പോട്ടെ. നല്ലവളാ. കുറച്ച് പൈസ എൻ്റെ മറ്റേ കുറി വീണത്. മോന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഓ ആ മുസമ്പി ആയിരിക്കും. അല്ല വീട്ടിൽ നിന്ന് വേറെ ആരും വന്നില്ലേ? വന്നു. എന്നേ പോട്ടെ. ആ ഇപ്പൊ അവിടെ ആരുമില്ല. വാ. എടാ ബാബേ, നിനക്ക് മനസ്സിലായി ഇയാളെ? മണിയംകുളത്തെ ഷുക്കൂർ. ഇയാളെ മോളിവിടെ അഡ്മിറ്റാ. സ്കാൻ ചെയ്യാൻ എന്തോ പറഞ്ഞു. നിന്റെ കയ്യിൽ പൈസ കാണും. വാങ്ങിച്ചോ. മറക്കൂല മോനെ, ഒരിക്കലും. മനസ്സിലായോ കുഞ്ഞെ?
ഉസ്തേ വേദനയൊക്കെ എങ്ങനെയുണ്ട്? മാറി വരുന്നു കൂട്ടാ. കുട്ടനാ? അല്ലേട്ടാ, എല്ലാരും ഉണ്ടല്ലോ. ഞാനേ നമ്മുടെ കുട്ടൻ മെസ്സേജ്. ആ കുട്ടൻ കുട്ടൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, 2 ദിവസത്തിനകം വണ്ടി എടുക്കാം. അച്ഛനെവിടെ? അച്ഛനൊന്ന് പുറത്തുപോയി. ഞങ്ങൾ വന്നതെന്തിനാന്നറിയും? എടാ വാവി, ഒന്നുകിൽ നീ ഞങ്ങൾ പറയുന്ന കേൾക്ക്. ആ മൊബൈൽ അവിടെ വെക്ക്. ഞങ്ങൾ വന്നതെന്തിനാന്നറിയോ? അത്ര പറയാനെന്താ ഉള്ളത്? ഞാൻ ആശുപത്രിയിൽ നിന്ന് വന്ന് കിടക്കല്ലേ. എന്നെ കാണാനും സൗകര്യം അന്വേഷിക്കാനും ഒക്കെ ആപ്പിൾ ഓറഞ്ചൊന്നും കൊണ്ടുവന്നില്ലടാ മനോജ്. എടാ നിന്റെ ദണ്ണറിയാനൊക്കെ കൂടി തന്നെയാ വന്നത്. അതുമാത്രമല്ല, വേറൊരു കാര്യം കൂടി ഉണ്ട്. ക്ഷേത്രത്തിലൊരു ചെറിയ പരിപാടി. താഴെ കൂടെ ഒന്ന് സ്വർണ്ണം പൂശണം. ഉണ്ണിത്താൻ ചേട്ടന്റെ കാലാവധി ഈ വർഷം കഴിയും. താഴെ കൂടെ ഒന്ന് സ്വർണം പൂശി ഒരാഴ്ച അന്നദാനം നടത്തിയിട്ട് സ്ഥാനം ഒഴിയണമെന്നാണ് പുള്ളിയുടെ ആഗ്രഹം. നല്ല പരിപാടിയല്ലേ? നല്ല പരിപാടിയൊക്കെ തന്നെ, പക്ഷെ ഇതാണ് ചെറിയ പരിപാടി. ഇതിനൊക്കെ വലിയ ചെലവ് വരില്ലേ? തന്ത്രി എസ്റ്റിമേറ്റ് ഇട്ട് തന്നു 20 ലക്ഷം. എൻ്റെ അമ്മ 20 ലക്ഷം! ഇത് ആരെടുത്ത് ചെലവാക്കും? അതിനല്ലേ വാവേ നമ്മളെല്ലാരും കൂടി അങ്ങ് വഹിക്കും. നാട്ടുകാരുടെ ആവശ്യമല്ലേ? നാട്ടുകാരെന്തോന്ന് ആവശ്യം? ക്ഷേത്രം വേണം, നല്ലത് തന്നെ. പക്ഷെ ദൈവത്തിന് എന്തിനാണ് ഈ സ്വർണ്ണത്താഴെ കൂടം? അതുപോലെ അന്നദാനം. ഏതെങ്കിലും ഒരു പട്ടിണിക്കാരൻ അവിടെ വന്ന് ആഹാരം കഴിക്കണത് ഞാൻ കണ്ടിട്ടില്ല. ഈ AC കാറിൽ വന്ന തടിയന്മാർക്ക് കൊടുക്കണാണോ ദാനം? നീ എന്താണ് കമ്മ്യൂണിസ്റ്റായ? ആ, കാര്യം പറയുമ്പോ അങ്ങനെ പറഞ്ഞോളണം. ഈ 20 ലക്ഷം രൂപയ്ക്ക് ക്ഷേത്രത്തിന്റെ പേരിൽ എത്ര പാവപ്പെട്ട പിള്ളേരെ കല്യാണം നടത്താം? എടാ, നീ ഡെയിലി ടൗണിൽ പോണല്ലേ? റോഡിന്റെ ഇരുവശം കണ്ടിട്ടുണ്ടാ? എത്ര പള്ളികളാണ് അവര് കെട്ടിപ്പോക്കണത്? അത് 3-4 നില. അതിന് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? അവര് കെട്ടിപ്പോക്കുന്നുണ്ട് അവരെ പണം ഉണ്ടായിട്ട്. പിന്നെ അറബി നാട്ടിൽ നിന്നും വരുന്നുണ്ടാവും. അല്ലാതെ കഞ്ഞിക്ക് വകയില്ലാത്ത എന്നെ പോലത്തെ ഓട്ടോറിക്ഷക്കാരനും കൂലിപ്പണിക്കാരും ചേർന്നല്ല പണിതത്. ഞാനൊന്നും പറയാനുള്ള, എന്താന്ന് വെച്ചാൽ എഴുതിക്കോ. ഇപ്പൊ എന്തിനാടി കത്തറിയ? നിങ്ങളുടെ ചെവി മുറിക്കാൻ. മിണ്ടാതെ കിടന്നു. നീ പറയും, പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇതുങ്ങളൊക്കെ ആയിട്ടല്ലേ കൂട്ട്. എഴുതി വെക്കാം, കിട്ടുമ്പോ തന്നാ മതി. മനോജേ, ഈ കളി നമ്മൾ ജയിക്കൂട്ടാ. നല്ല കളിയാവേ. എടാ ചന്ദ്ര, നിനക്ക് ഈ കളിയുടെ പേരെന്താന്നറിയോ? വെല്ലം തിരിഞ്ഞിട്ടാണോ നീ ഇരുന്ന് കാണുന്നത്? എടാ തിരിഞ്ഞില്ലെങ്കിൽ എന്താ, പാകിസ്ഥാന്റെ കൂടെ അല്ലേ ഈ കളി നമ്മൾ ജയിക്കും. നീ നോക്കിക്കോ. സത്യം പറ, നിനക്ക് എന്റെ പേരറിയോ? അറിയാം. എന്നാ പറടാ. ദേവദാസേ, എടാ നമ്മൾ ഈ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോ ഒരു വെള്ളം കുടിക്കാൻ തരില്ലേ? നാരങ്ങളോ? അതല്ലടാ, ഒരു കളർ വെള്ളം തരില്ലേ? സ്ക്വാഷാ. അത് തന്നെ കളി. ഇതില് പാകിസ്ഥാൻ ലോക ചാമ്പ്യന്മാരാണ്, ഇന്ത്യ ഒന്നുമല്ല. അതൊക്കെ പണ്ട്. നീ ഈ കളി നോക്കിക്കോ. ക്രിക്കറ്റ് വല്ല ആയിരിക്കണമായിരുന്നു അടിച്ചവന്മാരുടെ. പിന്നെ അല്ല, ആരോടൊക്കെ തോറ്റാലും പാകിസ്ഥാനോട് ജയിക്കും കിട്ടുന്ന ഒരു ഗുമ്മുണ്ടല്ലോ. നീ എന്നായി കിടന്ന് ചാടുന്നു? നമ്മളല്ല ജയിച്ച, അവന്മാരെ ജയിച്ചേ. പാകിസ്ഥാൻ വിൻസ്. നാണം കെടുത്തു. ടീ ഓഫ് ചെയ്യടാ. തോറ്റാലെന്താ പൊരിയാ തോറ്റത്? എന്തായാലും തോറ്റല്ല. ആ കളി കൂട്ടറ, യുദ്ധം വരട്ടെ, അപ്പൊ കാണിച്ചു കൊടുക്കാം. ഇവന്മാരോട് ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോ എന്തിനാ ഇതൊക്കെ കളിക്കുന്നത്? അതിലാണ് പോയത്. നിനക്ക് എന്താ അന്നത്ര ചിരി? ചിരിക്കാൻ പാടില്ല. ഇന്ത്യ തോറ്റു നീ ചിരിക്കുമല്ലേ? ഇന്ത്യ തോറ്റെന്നോ? എവിടെ, എപ്പോ, എങ്ങനെ? ഓ, നീ ഒന്നും അറിഞ്ഞില്ലല്ലേ? വെറുതെ ഒരു ചിരി അങ്ങോട്ട് വന്നല്ലേ? എന്താ നിനക്ക് എന്നെ കാണുമ്പോ ചൊറിച്ചൊരു? തോറ്റത് ഇന്ത്യയാണ്. നീ ഒന്നും കൂടുതൽ കളിക്കണ്ടാ, ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. തലണോ? നീ അംബാനെ പറ്റി കുറ്റം പറഞ്ഞു, പക്ഷെ ഇന്ത്യയെ പറ്റി പറഞ്ഞ പട്ടി. എന്താണോ നോക്കണം? നീ എന്താണോ നോക്കണേ? വണ്ടി നോക്കിയടാ. വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല ചേട്ടാ. ഹലോ, എവിടാ? ആ ശരി.
നീ ആരാടാ മറ്റവനെ വെറുതെ ആളുകളെ തന്നെ? നിന്റെ തന്തയുടെ വകയാണോ ഇന്ത്യ? അവനും എനിക്കും നിനക്കൊക്കെ ഒരേ അവകാശമാണ് ഈ രാജ്യത്തുള്ളത്. നീ മേലാലിമാര് വേഷം കിട്ടി കാണിച്ചാണ്ടല്ലോ. ആ ഷാജാനെ, ഇത് നിനക്ക് കിട്ടിയ അടിയല്ല, നമ്മുടെ സമുദായത്തിന് കിട്ടിയ അടിയാണ്. നീ സമ്മതിച്ചേരില്ല എങ്കിലും ഞാനൊരു കാര്യം പറയാം. നമ്മുടെ വിശ്വാസങ്ങൾക്കും ആദർശങ്ങൾക്കും നേരെയുള്ള കടന്നുകയറ്റാണ്. അത് ശരിയാ. ഇത് ദീനിനും ദീനികൾക്കും കിട്ടിയ അടിയാ. പാകിസ്ഥാനിൽ പോ എന്ന് പറഞ്ഞപ്പോ നമ്മൾ കൈയും കെട്ടി നിച്ചിരിച്ച് വിസ തന്നാ പോകാന്ന് ഉസ്താദ് തമാശ പറഞ്ഞു. ഇതിങ്ങനെ പോയാലേ നമ്മൾ പാകിസ്ഥാനിൽ തന്നെ പോകേണ്ടി വരും. തല്ലിയാ തിരിച്ചു തല്ലണം. അല്ലാണ്ട് കൊണ്ടോട്ടിരിക്കാൻ ഒക്കൂല. കൊണ്ടോട്ടി നമ്മളെ പിള്ളേരുണ്ട്, വിളിച്ചാൽ പറന്നു വരും. നല്ല കഥയെ. ആ ഉണക്കചന്ദ്രനെ തല്ലാനോ കൊണ്ടോട്ടിക്കാര്? തല്ലണോന്ന് വെച്ചാൽ തല്ല, പക്ഷെ എന്തിന്? അത് പിന്നെ വളർന്ന് എവിടെ ചെന്ന് അവസാനിക്കുന്ന അറിയോ മുജീബിനി? എങ്കിൽ പിന്നെ സ്ഥിരമായിട്ട് അടികൊള്ളാം. ഉസ്താദെ, എൻ്റെ കാര്യത്തിൻ്റെ പേരിൽ ആവശ്യമില്ലാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഞാനും ചന്ദ്രൻ നമ്മളെ പ്രശ്നത്തിന്റെ പേരിൽ ആവശ്യമില്ലാതെ രാജ്യത്തിന്റെ മതത്തിന്റെ പേരൊക്കെ എന്തിനാ വലിച്ചെടുക്കുന്നത്? അതേക്കാ, രാജ്യത്തിന്റെ കാര്യം പറഞ്ഞു തന്നെയാണ് അവനെ നിൽക്കാനെ തല്ലിയത്. ഞാൻ കണ്ടാണല്ലോ. എടാ, അവനെ തല്ലെങ്കിൽ എനിക്ക് തിരിച്ചാലും അറിയാം. അതിന് കൊണ്ടോട്ടിന്നും കൊയിലാണ്ടിന്നും ആരും പറന്നും നീന്തിയൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. കഷ്ടം വരണുണ്ട്. ഇവനാണ് ഇത് മൊത്തം വഷളാക്കണേ. ഷാജാനെ, നീ ഇവനായിട്ട് വേണ്ടാട്ടാ. എന്താ എടാ, നിങ്ങൾ മീറ്റിംഗ് കൂടെ വന്ന് ഞാൻ അറിഞ്ഞു. അവൻ ആവശ്യത്തിനുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അവൻ മിണ്ടൂല. അതിന്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറ. നിനക്കെന്തോടെ കാര്യം? വെല്ലം ഉണ്ടെങ്കിലേ പള്ളിക്ക് പുറത്ത്. മുക്രി, വേണ്ട അതിനും പറയരുത്. പള്ളിയിലേക്ക് ആർക്കും വരാം. വരുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇമാതിരി വേണ്ടാതിനും ചെയ്തിട്ട് തീർപ്പാക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട. ഞാൻ തീർപ്പാക്കാൻ വന്നല്ല, അവന് വേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ടെന്ന് പറയാൻ വന്നാണ്. നീ കൊടുത്തോന്ന് ഞങ്ങൾക്കറിയണ്ട. നീയായി നിന്റെ പാടായി. ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നിങ്ങൾ ഈ നാട് കുട്ടിച്ചോറാക്കും അല്ലേ? വേണ്ടാതീനം പറയല്ലേ. നീ ആള് ചാരനാണ്, എനിക്കറിയാടാ. ഷാജാൻ ഇവന് ആള് ഇബ്ലീസാണ്. ഈ ശൈത്താനോട് കൂട്ട് വേണ്ട. മുജീബിക്ക് ഇങ്ങനോട് അനാവശ്യം പറയലെന്ന് പറ. പറഞ്ഞ നീ എന്ത് ചെയ്യണോ നാറി? ആറിയന്റെ മറ്റവൻ അല്ല മുജീബിക്ക വാവയോടെ പറഞ്ഞത്. പോവാവേ പോടെ. നീ ഇവനായിട്ടുള്ള കൂട്ട് അവസാനിപ്പിച്ചോട്ടാ. ഇത് നിന്റെ അവസാനത്തിനാ. പറഞ്ഞു മനസ്സിലാക്കി ഉസ്താദേ. പറഞ്ഞു മനസ്സിലാക്കാനൊന്നുമില്ല. പള്ളിമുറ്റത്ത് അവന്റെ കളി. ഓൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ചുമ്മാരിക്കുന്നേ. കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. എന്നാലും അങ്ങനെയല്ലല്ലോ. ചന്ദ്രന്റെ വായിന്ന് കേൾക്കണം. അതല്ലേ എൻ്റെ ഒരു രീതി. ചേട്ടാ, ഞാനും സുന്ദരനും തുളസിയും കൂടി നമ്മുടെ ആ അലക്കണ കുളമില്ലേ, അവിടെ മീൻ പിടിച്ചോണ്ടിരിക്കണായിരുന്നു. പെട്ടെന്ന് ഈ വാവ വണ്ടിയിലൊന്ന് ഇറങ്ങിയിട്ട് നിന്റെ തന്തയുടെ വകകളാൻ ചോദിച്ചോണ്ട് പടപെടാതെ 3-4 അടി അടിച്ചേട്ടാ. അപ്പൊ നീയൊന്നും ചെയ്തില്ലേ? അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഏട്ടാ. ആരാണ് ഈ സുന്ദരനും തുളസിയും? നമ്മുടെ കൂട്ടത്തിലുള്ളവരെ അല്ല നല്ല ഏട്ടാ, അവന്മാര് മറ്റേ കക്ഷികളാ. അവരുമായിട്ട് ഇവന്റെ നടപ്പ് അടിക്കാൻ കിട്ടും. അത് തന്നെ. അത് കള വീട്ടിൽ. അവേ, ചന്ദ്രൻ പറഞ്ഞോളാണോ? 2 കൊടുത്തു. അടി കൊണ്ട കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ. കൊടുത്ത് എന്തിനാന്ന് കൂടി അറിയണ്ടേ? വെറുതെ നിന്നൊരാളെ ചിരിച്ചെന്നും പറഞ്ഞ് അടിച്ചാ അത് ശരിയാണോ? അതും രാജ്യത്തിന്റെ പേരും പറഞ്ഞ്. ഈ ഫോണൊന്നും എടുത്തോട്ടെ. എടുത്തോ. ഹലോ. അമ്മയ്ക്ക് തീരെ സുഖമില്ല. നീ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എനിക്ക് വരാൻ പറ്റില്ല. ഞാനെത്താം. ഞാൻ കൊണ്ടുപോവാം. ഓക്കെ. അല്ലെങ്കിൽ തന്നെ ഈ വാവയ്ക്ക് ഷാജഹാൻ എന്ന് പറഞ്ഞ ഒരു കൊമ്പ് കൂടുതലാണ്. അങ്ങനെയൊന്നുമില്ല. എന്തോന്ന് കൊമ്പ്? അവൻ എൻ്റെ നല്ല കൂട്ടുകാരനാണ്. പക്ഷെ ഈ കാര്യം പറഞ്ഞ് ചന്ദ്രൻ ആരടിച്ചാലോ ശരിയല്ല. ആളുകൾ തമ്മിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോണ നാടാണിത്. ഇവനെപ്പോലത്തെ ഞരമ്പ് രോഗികൾ അത് ഇല്ലാണ്ടാക്കും. വാവേ, ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയണ്ട. ചന്ദ്രൻ നമ്മുടെ ആളല്ലേ. ഞാൻ ആ പള്ളിയുടെ അവിടെ നിന്നാണ് വരുന്നത്. അവർ വലിയൊരു മീറ്റിങ്ങിലാണ്. അവിടെയും കാണുമല്ലോ ഇതുപോലെ 1-2 എണ്ണം. ഞാൻ അവിടെ കയറി മാപ്പും പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. മാപ്പ് പറയാന്നൊക്കെ പറഞ്ഞാൽ വലിയ മോശമല്ലേ വാവേ? അതുമാത്രമല്ല, അവരുടെ ഇടയിൽ ഒരുത്തന് IS-ഉമായിട്ട് ബന്ധമുണ്ടെന്ന് കേന്ദ്രത്തിൽ നിന്ന് എനിക്ക് റിപ്പോർട്ടും കിട്ടും. നമ്മളൊന്നും സൂക്ഷിക്കണം. അല്ലെങ്കിൽ നിനക്ക് തന്നിഷ്ടം കുറച്ച് കൂടുതലാണ്. അത് ഇതിനകത്ത് നടക്കൂലെങ്കിൽ വേണ്ട, ഞാൻ പൊക്കോളാം. നമുക്ക് പരിഹരിക്കാന്ന്. നിങ്ങൾ പരിഹരിച്ചോ. പണിയുണ്ട്. ആരെയോ കാത്തിപ്പാണല്ലോ. സിസ്റ്ററിൽ നിന്ന് പോണ്ടേ? ഇന്ന് ഉച്ചയ്ക്ക് കഴിഞ്ഞു. ആരെയെ കാക്കുന്നേ? അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക. ഇപ്പൊ എത്തും. നിങ്ങൾ ഈ വയസ്സാം കാലത്ത് അവരെ ആശുപത്രിയിലൊന്നും ആക്കണ്ട. നമ്മൾ മന്ത്രി ചോദ്യ വെള്ളം കൊടുത്താൽ മതി. ഈ ശ്വാസം മുട്ടൊക്കെ പമ്പടക്കും.
ചിരിക്കണ്ട. എല്ലാ ശ്വാസം മുട്ടലല്ല. ചില പാതകൾ ഉള്ളിൽ കയറി ഒളിച്ച പല ലക്ഷണങ്ങളും കാണിക്കും. ചങ്ങലമാടം പോയിട്ടുണ്ട് നമ്മുടെ വെള്ളത്തിൽ. ഈ പോക്കിന് ദീനം മാറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി. അതിനെന്താ നോക്കാം. ദേ അവര് വന്നു തോന്നുന്നു. ഈ ഹിമാറാറിന ഇവനായിട്ട് വലിയ കൂട്ടൊന്നും വേണ്ട. കുഴപ്പമൊന്നുമില്ല, ആളുഷാറായി. ഇനി നല്ലോണം അങ്ങ് ആവി പിടിച്ചാൽ മതി. ഞാൻ ഗേറ്റ് തുറക്കാം. കിടന്നു. എന്താ ഇത് വാങ്ങാനുള്ള പരിപാടിയുണ്ടോ? ഇത് അമ്മച്ചിയുടെ മുറിയാ? അല്ല, ഇത് എന്റെ മുറിയാ. അമ്മച്ചി ഇന്ന് ഇവിടെ കിടക്കട്ടെ എന്ന് കരുതി. നല്ല മുറി, സ്റ്റാർ ഹോട്ടലൊക്കെ പോലെ ഉണ്ട്. ആ ബാബ സ്റ്റാർ ഹോട്ടലൊക്കെ താമസിച്ചിട്ടുണ്ടോ? താമസിച്ചിട്ടൊന്നുമില്ല, പോയിട്ടൊക്കെ ഉണ്ട്. കണ്ടാൽ തന്നെ കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു. എന്താ ഈ മുറി കണ്ടിട്ട് കിടന്നുറങ്ങാൻ തോന്നുന്നുണ്ടോ? വാവേ ഇരിക്കേ, ഞാൻ കുടിക്കാൻ വല്ല എടുക്കാം. ഒന്നുമില്ല, ഞാൻ പോട്ടെ. ഇരിക്കുവാവേ, എന്നെ പേടിയാണോ? പിന്നെ ഇഷ്ട? ഞാൻ പോയിട്ട് വരാം. ചൂടാ. എന്താ ഒട്ടിച്ചില്ലേ? സമരം ചർച്ചയൊക്കെ തീർന്നോ? ഒട്ടിക്കണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? അവരെന്തു പറഞ്ഞു? അവര് മാത്രമല്ല, അവരും പറഞ്ഞു. ഇവരൊക്കെ പറയാനും മാത്രം എന്തെന്നായാലും ഉള്ളത് കാണിച്ചേ. ഒരു പൊട്ടുന്ന സദാചാരം. ആണുങ്ങൾക്ക് എന്താ കൊമ്പുണ്ട്? ഞാൻ പറഞ്ഞിട്ട് നീ ഒട്ടിക്കണ്ട. ഇനി എല്ലാരും കൂടെ എൻ്റെ മേക്കിട്ട് തീർക്കാം. കഴിഞ്ഞില്ലേ? ഒരു ഗ്ലാസ് കൂടി ഉണ്ട്. ഹലോ, മതി. അവിടെ വാ പറഞ്ഞാലേ നാളെ നീ പോസ്റ്ററാവും. പിന്നെ അതൊട്ടിക്കാൻ ഞാൻ നടക്കേണ്ടി വരും. വാവേ വാടാ, ഒരു അത്യാവശ്യം ഉണ്ടോ? അവന് വല്ല മൈൻഡോട്ട് നോക്കി. കവലേന്ന് ആരെല്ലാം പറഞ്ഞെന്നറിയോ? ചന്ദ്രനെ തല്ലാൻ എളുപ്പമാണല്ലോ. അവൻ ആവശ്യമില്ലാതെ ഒന്നിനും പോകാറില്ല. ചന്ദ്രനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. കാരണം ഉണ്ടെങ്കിൽ തല്ലാൻ ഇവനാരി? ഇവിടുത്തെ SI ആ മാപ്പിള ചെറുക്കൻ ആരാണ്ട പിടിച്ച് തള്ളിയതിന് ഇവനെന്ത്? എന്തേലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാം. വെറുതെ അമ്മയെ പറഞ്ഞ് ഭ്രാന്താക്കണ്ട. നിന്നോട് കൂടി തന്നെയാ പറഞ്ഞേ. ചന്ദ്രനെ തല്ലിയാണോ അച്ഛൻ്റെ പ്രശ്നം? എളുപ്പമായോണ്ട് തല്ലിയല്ല, അവന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും തല്ലും. അതന്നെ നല്ലതിനും പറഞ്ഞേ. നീ അവന്റെ കൂടെ കൂടി ആകെ വഷളായിരുന്നു. അച്ഛനും അങ്ങനെ തന്നെയല്ലേ പറയണത്? ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ ആ മാപ്പിള ചക്കൻ അടി കൊണ്ടാലും എന്താന്ന്? അവൻ എന്റെ നല്ല കൂട്ടുകാരനാ. ആവശ്യമില്ലാണ്ട് അവന്റെ തോളിൽ കയറണ്ട. നാട്ടിൽ നീ മാത്രമല്ല, വേറെ ഉണ്ട് ചോദിക്കാൻ ത്രാണിയുള്ളവർ. വേറെ ഉണ്ട് ചോദിക്കാനല്ല, തമ്മിലടിപ്പിച്ച് കാഴ്ചയാണ്. ഒന്ന് സ്വൈര്യം താച്ച. ഞാൻ പറഞ്ഞില്ലേ ഒരു തല്ലുകൊടുത്ത കാര്യം. എന്തിനാ തല്ലുണ്ടാക്കാൻ പോണേ? നീ എന്നെ നല്ല കുട്ടിയല്ലേ? പിന്നെ തല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ ചുമ്മാ ഒന്നൊരാളെ. ഇതിന്റെ പേരും പറഞ്ഞപ്പോ വീട്ടില് സ്വസ്ഥതയില്ല. അച്ഛന്റെ മുഖത്ത് നോക്കണ്ട, ചീത്ത വിളിയാ. സ്വസ്ഥതയില്ലെങ്കിൽ പിന്നെ നീങ്ങുവാ. അച്ഛൻ്റെ മുഖത്ത് നോക്കണ്ട, എൻ്റെ മുഖത്ത് നോക്കിയിരിക്കാം. ഞാനങ്ങോട്ട് വരുവേ, പിന്നെ എന്നോട് ഇറങ്ങി പോവാൻ പറയരുത്. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങ് വാ. വന്നിട്ട്
വന്നിട്ട് വന്നിട്ട് മുഖത്ത് നോക്കിയിരിക്കും. ചിരിക്കണ്ട, എങ്ങനെ വരും അത് പറ. എനിക്ക് വിശപ്പില്ലമ്മ, അമ്മ കിടന്നോ? അവന്റെ വിശപ്പ് കിട്ടുകയാണ്. നിങ്ങൾ ഒരുത്തനാ അവൻ ഓരോന്ന് പറഞ്ഞിങ്ങനെ പട്ടിണി കിട്ടുന്നത്. അമ്മയ്ക്ക് നല്ല ശ്വാസം മുട്ടുണ്ട്. ഉറങ്ങുമ്പോ 2-3 മണിയാവും. എഴുന്നേക്കാൻ വൈകും. നീ വെളുപ്പിന് വാ. അല്ല, രാവിലെ ഞാൻ വീട്ടിലെന്ത് പറയും? എന്താടാ വാവേ, ചോറ് വേണോ? ഒന്നുമില്ല, അമ്മ കിടന്നോ? പിന്നെന്താടാ? ഞാൻ ഒരു പാട്ട് കേൾക്കുക. ഞാൻ കേട്ടുമല്ല. ഒരു കാര്യം ചെയ്യ്, വലിയ കളിക്കാരനല്ലേ, രാവിലെ ഓടാനും ചടാനും ഒക്കെ പോവാറില്ലേ? നാളെ കുറച്ച് നേരത്തെ ഇറങ്ങ്, ഒരു 4 മണിക്ക്. ഞാൻ രാവിലെ പോവാറില്ല, വൈകിട്ടാണ് ജിമ്മിൽ പോവാ. നാളെ മുതൽ ഓടാൻ പോണോ? ഓടിക്കഴിഞ്ഞിട്ട് പിന്നെ പൊട്ടാ കുട്ടന്മാരിപ്പോ പൊട്ടനായ? ഓടാനായി ഇറങ്ങി ഇങ്ങ് വരണം. ഞാൻ ഗേറ്റ് പൂട്ടില്ല, അകത്തേക്ക് കയറി ഒരു മിസ് കോൾ ചെയ്താൽ മതി. വരണേ. വരാം. അമ്മ, ഞാൻ നാളെ രാവിലെ ഓടാൻ പോവും 4 മണിക്ക്. നീ ഇപ്പോഴേ പോകും, ഉറങ്ങാനും സമ്മതിക്കൂല. സുബൈക്ക് ബാങ്ക് കേട്ട എന്നൊക്കെത്താണ് ഇപ്പൊ അതിന്റെ അകത്ത് കയറിയിരിക്കണം. ഇന്നലെ ബാക്കിയിരുന്ന എല്ലാം കൂടി വലിച്ചൊരു കയറ്റുമ്പോ ആലോചിക്കണോർത്ത് ഇവനെ കൊണ്ടല്ലോ നിങ്ങൾ ആരോടാ ഉക്കരിച്ച സുബൈക്ക്? അപ്പൊ നീയല്ലേ ഇതിന്റെ അകത്ത്? ഞാനെങ്ങനെ അതിന്റെ അകത്ത്? പിന്നെ ആളുണ്ട് ഇതിന്റെ അകത്ത്. ആരാ ആരാകത്ത്? ഇതിന്റെ അകത്ത് ആരാ? കൂട്ടിയിരിക്കാണല്ലോ. മൊസേരി വീട്ടിൽ പോയില്ലേ? ആരാ ഇതിന്റെ അകത്ത്? ആരാ? എന്താ മിണ്ടാത്ത? എന്താ ഇതിന്റെ അകത്ത് ആരാന്ന്? ആരാ? ഹലോ, ഒന്ന് വാതിർന്നേ. അല്ലാ, ഇത് പ്രശ്നമുണ്ട്. എടാ വലിച്ചു പിടിക്കടാ, വലിച്ചു പിടിക്ക്. വലിച്ചു പിടിച്ചോട്ടാ.
പള്ളിക്കകത്തോ? പിടിച്ചോ? ബഹളം ഉണ്ടാക്കാതിരിക്ക്. ആരും അവിവേകമൊന്നും കാണിക്കരുത്. നമുക്ക് ആദ്യം ആരാണെന്ന് നോക്കാം. വല്ല ഒട്ടനവട്ടാണെങ്കിലോ? ഒന്ന് സൂക്ഷിച്ചോ. വല്ല കത്തിയോ തോക്കാൻ പറ്റാ കാണും. അതൊന്നും ഉണ്ടാവില്ല. പറയാൻ പറ്റത്തില്ല, ചിലപ്പോ കാണും. ആ മുജീബത്തി, ഇതിന്റെ അകത്താണ്. ഇറങ്ങി വേടാ, അല്ലെങ്കിൽ ചവിട്ടി തുറക്കും ഞാൻ. മിണ്ടല്ലേ, തുറക്കുന്നുണ്ട്. ഈ പന്നിയാർന്നോ? എന്താടാ പള്ളിക്കകത്ത് നിനക്ക് കാര്യം പറയടാ. ഞാൻ അന്നേ പറഞ്ഞു ഇവൻ ആള് ശരിയല്ലെന്ന്. പള്ളി നടയിൽ കിടന്നവന് പണ്ട് കിടന്ന് കറങ്ങണ്ട്. മുജീബിനെ വെറുതെ വിട്ടിട്ട് പള്ളി കൊല്ലണ പന്നീനെ. ചിരിച്ചോണ്ട് നടന്ന് ഇരുന്നായിരുന്നല്ലേ. രണ്ട് ചാമ്പ് ചാമ്പിയാണല്ലോ. മണി മണി പോലെ പറയും കാര്യങ്ങൾ. വാവേ, നിന്റെ അഭിനയം കാണാൻ വന്നതല്ലേ ഞങ്ങള്. നാട്ടുകാരെ തല്ലുകൊള്ളണമെങ്കിൽ നീ കാര്യം പറ. എന്ത് കാര്യം പറയാം മുജീബ്ക്ക? ഇവനെ നാല് കള്ളക്കഥകളും പറഞ്ഞു വന്ന് ഈ പള്ളിക്കകത്ത് കയറി എന്നെ നമുക്ക് തല്ലാൻ നോക്കിയവനാ. കള്ള ഹിമറി. ഇവൻ മറ്റുള്ളവരുടെ ആളാണ്. നീ നമ്മുടെ ഷാജാനെ, കാര്യങ്ങൾ നമ്മളതിൽ നിൽക്കൂല. നീ അവനോട് ചോദിച്ചേ ആ സമയത്ത് പള്ളിയിൽ നിന്നാ കയറിയെന്ന്. ഷാജാൻ ചോദിക്കും അവനോട്. ഇനി അവനെ കൊല്ലണോ? എന്നാ പോയി കൊല്ല്. അതിന് ഷാജാൻ അവന്റെ ആളല്ലേ? ഷാജാൻ ചോദിക്കണ്ട, നമ്മൾ ചോദിച്ചോളാം. ഞാൻ ചോദിക്കാം. ഷാജാനെ, നീ അവനെ മാറ്റി നിർത്തി ചോദിക്കേ, എന്തിനാ പള്ളി കയറി? നിങ്ങളൊന്ന് ബഹളം വെക്കാതിരിക്കേ, അവൻ ചോദിക്കട്ടെ. എന്താണ്? ഒരബദ്ധം പറ്റിയടാ. അമ്മയുടെ സിസ്റ്ററല്ലേ? നാട്ടുകാരോട് ഇങ്ങനെ പറയൂടാ. അയ്യോ പറയരുത്. അവരുടെ ഭർത്താവ് അടുത്ത് അയച്ചു വരും. അവരുടെ കുടുംബം താറുമാറായി പോവും. അത് മാത്രമല്ല, കുഞ്ഞോള് കാണാൻ വന്നവര് അറിഞ്ഞാലാ അടുത്ത ആഴ്ച കല്യാണം ഉറപ്പിക്കാൻ അവരും വരാനിരിക്കുകയാണ്. നാട്ടുകാരിത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റും. ഷാജാന്, എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല. വിഷമിക്കല്ലേ? നീ രാവിലെ ഓടാറങ്ങി ഇവിടെ എത്തിയപ്പോ 2 രൂപ തോന്നി. അപ്പൊ നീ ഇങ്ങോട്ട് കയറി. അത് കുറ്റമൊന്നുമില്ലല്ലോ. നീ ധൈര്യമായിട്ടിരിക്കേ. വന്നേരാ. എന്തായി ഷാജാനെ?
ഉസ്താദെ ഇതൊരു വലിയ വിഷയമൊക്കെ അല്ലേ? കാര്യം അറിയാതെ ബഹളം വെക്കില്ലെന്ന് ഇവരോട് പറ. ഷാജാനെ നീ വന്നു പറയാതെ കാര്യം പറ. ഉസ്താദെ ഇവൻ രാവിലെ ഓടാറിങ്ങിയതാ. ഇവിടെ എത്തിയപ്പോൾ വയറിന് അസ്വസ്ഥത പിടിച്ചെടുത്താൻ പറ്റില്ല. അപ്പൊ ഇങ്ങോട്ട് കയറി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കും ഉസ്താദെ. നല്ല കഥ. കേറാൻ കണ്ട സ്ഥലം പള്ളി. പിന്നെ റോട്ടിൽ പോവോ? അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് കയറിയേ. കക്കൂസെ പോവാനായിട്ട് ഇങ്ങോട്ട് കയറുന്നതിൽ കുഴപ്പമൊന്നുമില്ല അല്ല ഉസ്താദെ, നമ്മളത്ര ദുഷ്ടന്മാരൊന്നുമല്ല. പക്ഷേ ഇന്നേ വരില്ലാത്തൊരു ഓട്ട് ഇന്ന് തുടങ്ങുന്നത്. അതുപോലെ എല്ലാവരും മെയിൻ റോഡിലൂടെ ഓടുമ്പോൾ ഇവൻ മാത്രം ഇടവഴിയിലൂടെ ഓട്ടം. ഇതിലെവിടെയും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഷാജാനെ. ഇവന്റെ മർമ്മത്തിനിട്ട് രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ മണി പോലെ കാര്യം പറയും. ഷാജാനെ നീ ഇത് വിശ്വസിച്ചോ? അതേ ഇവനോട് വിശ്വസിക്കണം. വൈകുന്നേരം ഞാനിത് വിശ്വസിക്കൂല കേട്ടോ. മുജീബ് പറഞ്ഞ പോലെ പതിവില്ലാത്തൊരു ഓട്ടോ ഒരു വൈറ്റിന്ന് നോക്കും. ഉള്ളതാവും മുക്രി. കണ്ടില്ലേ ഓടണ കുപ്പായത്തിലല്ലേ നിൽക്കണത്. ഓടുന്നൊരു വഴിയൊക്കെ ഉണ്ടോ? ഏതിലേ ഓടാലോ. അവൻ എവിടെ കിടന്ന് ഓടട്ടെ. നിങ്ങളെ നെഞ്ചത്തുണി കിടന്ന് ഓടട്ടെ. പക്ഷെ പള്ളി കിടന്ന് ഓടല്ല. അല്ല പിന്നെ വെട്ടാനും കൊല്ലാനും പോകുന്നവരൊക്കെ കോട്ട് സൂട്ടിട്ടല്ലേ പോകുന്നു. എന്റെ ഉസ്താദെ ഇവൻ ഈ പള്ളിക്കിണറ്റിൽ വിഷം കേൾക്കാൻ വേണ്ടി വന്നാ, അല്ലെങ്കിൽ പള്ളിയിൽ ബോംബ് വെക്കാനുള്ള സ്ഥലവും സൗകര്യം അന്വേഷിച്ചു വന്നാ. ബോംബാ? എന്നിട്ട് ഇവന്റെ കയ്യിലാണ് ബോംബ്. വിഴുങ്ങി. ബോംബിന്റെ കാര്യം വിട്. പക്ഷേ ഇതങ്ങനെ വിട്ടാ പറ്റില്ല, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ. നമ്മളായിട്ടൊന്നും ചെയ്യണ്ട. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. അയ്യോ അത് വേണ്ട മുജീബ്. വേണം. ഇവനെ തല്ലി ചർച്ച കൊടുക്കണ്ടേ? നീ ആരോട് പറഞ്ഞിട്ടുണ്ട പള്ളി കയറിയ? ഇതിലെന്തോ ഒരു അന്താരാഷ്ട്ര കടിയുണ്ട്. വിളിക്കുമോ പോലീസിനെ? അത് വേണം മുജീബേ, വേണം. ഉസ്താദിനെ വിളിക്കും. വെറുതെ വിടലും പെടക്കന്നെ ചെയ്യണം. വിളി. ഞാൻ സംസാരിക്കും മുജീബ്. ഹലോ പോലീസ് സ്റ്റേഷൻ. ഇതെന്താ ഭയങ്കര ആൾക്കൂട്ടാണല്ലോ. അമ്പരുന്നാളാണോ? സാർ നിലവിലുള്ള സാഹചര്യം ഒട്ടും നല്ലതല്ല. അതുകൊണ്ട് നിസ്സാരമായിട്ട് കാണാം. ശരി പള്ളി കയറല്ലടാ. നീ കരയാതിരിക്കുക സാവിത്രി. ഓനെ നമുക്ക് അറിയാവുന്നതല്ലേ. പള്ളി കയറിയെന്ന് വെച്ചാൽ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക ഇതല്ല കൂത്ത്. സൈനുത്ത നിങ്ങൾക്കറിയാവുന്നല്ലേ അവനെ. രാവിലെ ഓടാനെന്നും പറഞ്ഞ് ഇറങ്ങിയതാ. പെട്ടെന്ന് വീണിട്ട് പോവാന്ന് ഞാൻ പറഞ്ഞതാ. അമ്മ വിഷമിക്കാതിരിക്കെ. പോലീസ് കൊണ്ടിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? നമുക്കെല്ലാവർക്കും അറിയുന്നല്ലേ വാവച്ചേട്ടൻ. ഇനി എന്തറിഞ്ഞിട്ട് എന്ത് കാര്യം? ഇത് കേസ് വേറെയാ. അവസാനം കയ്യിൽ നിൽക്കൂല. അവന് പള്ളി തന്നെ വേണമായിരുന്നു. ഓട്ടത്തിനിടയിൽ രണ്ടിന് പോയതാണെന്ന് ആരും വിശ്വസിച്ചിട്ടില്ല. എടി മോളെ, കുഞ്ഞോളെ, നമുക്കും അറിയാവുന്നല്ലേ. അവൻ എവിടെ പോയാലും കക്കൂസിനകത്ത് കയറി ഇരുന്നിട്ടേ പോവും. നിങ്ങളും കളിയാക്കുന്നതല്ലേ. ഓടിയപ്പോ അവനങ്ങനെ തോന്നിക്കാണും. വാ, നിങ്ങളും കൂടെ വാ, നമുക്ക് പോലീസിൽ പോയി പറയാം. അവര് കേക്കും. അവൻ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് പറയാം. ഇതൊന്നും ആരും വിശ്വസിക്കൂല. ഇതിപ്പോ അതിന് കയറിയതാണെന്ന് ആർക്കറിയാം? ഇതൊന്നല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. അവന് ടൗണിലൊക്കെ വലിയ ബന്ധമാണെന്ന്. അവൻ പിന്നെ എന്തിനാ പള്ളി കയറുന്നേ? നിങ്ങൾ വേണ്ടാതിനെ പറയാതെ ചെറുക്കനെ പോയി കൊണ്ടുവരാൻ നോക്ക്. നീ സമാധാനായിട്ടിരിക്കും സാവിത്രി. കരയാ
കരയാതെ കുഞ്ഞോളെ. സാവിത്രി, നീ അവളെ കൂടെ കരയിക്കുന്നത്. എന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. കുറച്ചേരം അകത്ത് കിടക്കട്ടാണല്ലോ ഏട്ടാ. നമ്മളിൽ ഇടപെടാണ്ടിരിക്കുന്നതാണ് നല്ലത്. ചന്ദ്രൻ ഇത്രക്ക് ബുദ്ധി വെച്ചോ? വാവ അവിടെ കിടന്നിട്ട് നിനക്കെന്ത് കിട്ടാനായി? വെറുതെ ഒന്നുമല്ലല്ലോ, പള്ളി ചെന്ന് കയറിയിട്ടല്ലേ. നമ്മളാരെങ്കിലും പറഞ്ഞിട്ടാണോ പള്ളി ചെന്ന് കയറിയത്? അല്ലെങ്കിൽ തന്നെ കക്കൂസി ഇപ്പോൾ ആരെങ്കിലും പള്ളി ചെന്ന് കയറുമോ? ഇനി ഞാൻ ആരും ചോദിക്കട്ടെ, ഇപ്പം നമ്മുടെ അമ്പലത്തിലാണ് ഇങ്ങനെ കാക്കാമാർ കയറിയെങ്കിൽ നമ്മൾ സമ്മതിക്കോ? അത്ര അവരും ചെയ്തോളൂ. ഒരാൾ അമ്പലത്തിൽ കയറുന്നത് തകർക്കാനാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? അതെ, വാവ രാവിലെ ഓടാൻ പോയപ്പോൾ പറ്റിയതല്ലേ. ഇങ്ങനെ മുൻവൈരാഗ്യം വെച്ച് കളിക്കരുത്. അല്ലേ തന്നെ അവന് ചന്ദ്രനെ തല്ലേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യം ചെയ്യുമ്പോൾ ആലോചിക്കണമായിരുന്നു, ഇനി നമ്മുടെ ആവശ്യം വരുന്നു. ആ ഇതൊന്നും അല്ല, വേറെ എന്തോ സംഭവം ഉണ്ട്. രാവിലെ എണിച്ചൊരു നടക്കാൻ പോക്കും പള്ളിയിലെടുക്കത്തുമ്പോഴും രണ്ടിന് പോക്കും എന്റെ നല്ലതായിട്ട് എനക്കൊന്നും അത്ര പിടിക്കുന്നില്ല കേട്ടോ. ഇനി നമ്മളാരും അറിയാതെ മോളിന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്തായിരിക്കും ഇത്. അതിനെന്ത് ചെയ്യുന്നതാണ്? കക്കൂസിക്കാർ സഹായിച്ചേനോ? അതിന് മോളിന്ന് ഓർഡർ വേണം. നിന്നെ കാണിച്ചിട്ടാണ് ചെയ്യുന്നത്. അന്നത്തെ ഓപ്പറേഷൻ പൊളിഞ്ഞതാണെങ്കിലോ? പിന്നെ കക്കൂസിനകത്തല്ലേ ഓപ്പറേഷൻ. എന്ത് ഓപ്പറേഷൻ? മൂലക്കുരുവിന്റെ ഒന്നും ഉണ്ടായിരുന്നല്ല. നല്ലേട്ടാ, ചേട്ടനും മാവയുടെ കേസിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിൽ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ വഴി നോക്കാനാണ്. എന്നാ നീ പോയി വേറെ വഴി നോക്കടാ. തോന്നിയ ദിവസം കാണിച്ചിട്ട് മറ്റോടത്തിലെ വർത്തനം പറഞ്ഞുകൊണ്ടുവന്നു. നല്ലേട്ടാ, നിന്റെ കീഴെ വിട്ടുകാരാണോ നീ പറയാൻ ഇറക്കി കൊണ്ടുവരാൻ? അവൻ കുറച്ച് ദിവസം കിടക്കട്ടെ. അതെ, നമ്മുടെ ഇടയിൽ ഒരു ബഹളം വേണ്ട. ചന്ദ്രൻ പറയുന്ന പോലെ വാവയ്ക്ക് എടുത്തിയാട്ടം കുറച്ച് കൂടുതലാണ്. അവൻ ചെയ്തത് പലതും ശരിയുമല്ല. രാജേന്ദ്രൻ ചേട്ടൻ എന്നെ ഒന്ന് കണ്ടിരുന്നു, അവൻ്റെ അച്ഛൻ. നമുക്കെല്ലാം നോക്കണ്ടേ? മാത്രമല്ല, വാവ ഇപ്പം അകത്ത് കിടക്കുന്നത് നമുക്ക് നാണക്കേടുവാണ്. വാവയെ അവർ പിടിച്ചകത്താക്കി എന്ന് പറയുന്നത് നമ്മുടെ സംഘടനയ്ക്ക് പരാജയവും അപമാനവുമാണ്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും നമുക്ക് അവനെ ഇറക്കിയേ പറ്റൂ. മാത്രമല്ല, വാവയെ മറ്റാരെങ്കിലും ഉപയോഗപ്പെടുത്തിയതാണ് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. ഇത്രയൊക്കെ നടന്ന സ്ഥിതിക്ക് എല്ലായിടത്തും നമുക്കൊരു കണ്ണു വേണം. ചന്ദ്ര, ഇപ്പോൾ വാവയെ പുറത്തിറക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ജയ് ഭാരത്. ആ, നാളിനായിരുന്നോ? അകത്ത് നിന്നപ്പോ വർത്തമാനം കേട്ടു. എന്താ സംഭവം? ഒന്നുമില്ല തിരുവേനി, കാലമൊക്കെ മാറിയവരല്ലേ, എല്ലായിടത്തും ഒരു ശ്രദ്ധ വേണമല്ലോ. നല്ല കഥയായി. നിങ്ങൾ ഭഗവാനെ നോക്കോ അതോ ഭഗവാൻ നിങ്ങളെ നോക്കോ? നേരം കുറച്ചായില്ല തിരുമേനി. കുട്ടികളൊക്കെ തിരുമേനിയും കാത്ത് വീട്ടിലിരിപ്പായിരിക്കും. തിരുമേനി കേട്ടോ, മഴ വരുന്നുണ്ട്. വേണ്ട, ഞാനൊന്നും പറഞ്ഞില്ലേ തിരുവേനി. ഈ പുറത്തെ താക്കോല് ഉണ്ണിപ്പിള്ളയുടെ ഉണ്ട്. അതെ, ഉണ്ണിപ്പിള്ളയുടെ നിന്ന് താക്കോല് മേടിച്ചിട്ട് കൂത്തമ്പലത്തിലോ ഷെഡിലോ കിടക്കണം. എല്ലായിടത്തും ഒരു ശ്രദ്ധ വേണം. ഇപ്പൊ അങ്ങനെ അങ്ങോട്ട് പോട്ടെ. എനിക്ക് ചിലരത്ര വിശ്വാസം പോലെ. കേറിക്കോ. പോട്ടെ. അതെ, സാധനം ഇരിപ്പുണ്ടാ? എന്ത് എടാ, അടിക്കാണ്ട് ശരിയാവൂല. പിന്നെ അമ്പലത്തിന്റെ അതല്ല സാധനം. ഇവിടെ നടക്കണം. റുബീന, വരുന്നു. കുഞ്ഞോളുടെ വീട്ടിൽ പോയി കുറച്ച് പഞ്ചസാര വാങ്ങിച്ചോണ്ടോ? കവലയിൽ ഒറ്റ കടയില്ല. കുഞ്ഞോടെ വീട്ടില് പഞ്ചാര മേടിക്കാൻ. വേണ്ട, പോണ്ട. പാപ്പ, ഹർത്താലാണ്, കടയൊന്നുമില്ല. വേണ്ട, പോണ്ട. നിങ്ങൾക്ക് കട്ടനിടാനാ? പഞ്ചാരയില്ലാതെ ചായ കുടിക്കാം. അങ്ങോട്ട് പോണ്ട, അത് ശരിയാവില്ല. അതെന്താ? എനിക്കറിയാൻ പാടില്ലേ, പോണ്ട. പ്ലീസ്, കട അടച്ചിട്ടില്ല, അവിടെ നിൽക്കട്ടെ. വേണ്ട, ഇപ്പൊ ഒന്നും പറയണ്ട, മുജീബ് വരട്ടെ. ഒരാഴ്ചയായി വീട്ടിൽ കിടന്നുറങ്ങിയിട്ട്. ഇനി മതിയാക്കത്. എടാ, ദേശസ്നേഹി ഗ്രൂപ്പിൽ ഒരുത്തം കയറി വന്ന് ചൊറിഞ്ഞിട്ടുണ്ട്. എടാ, നീ ഒരു കാര്യം ചെയ്യടാ ദേവാ. ചേട്ടൻ പറഞ്ഞാൽ ശരി, ഒരു പോസ്റ്റ് ഇടും. അപ്പൊ അവനൊരു മൂപ്പ് കൂടും. ഉടനെ തന്നെ ഞാൻ കയറി തന്ത കുളിച്ചോളാം. എടാ ചന്ദ്ര, നീ ഇല്ലടാ ഗ്രൂപ്പില്? ഉടനെ തന്നെ നീയും വിളിച്ചോണം കേട്ടോ തന്തക്ക്. അല്ലെങ്കിൽ എല്ലാരും കൂടി നമുക്കിട്ട് പൊങ്കാലിടും. നീ ഒന്ന് ചുമ്മാരി. ഇവിടെ അടുത്ത് എന്നോട് ഭയങ്കര സ്നേഹം. ഏത് ഗ്രൂപ്പിൽ? മാതാജി ഗ്രൂപ്പിൽ. കണ്ടോ, ഫുക്ക് യുവർ മോദർ
ബസ്റ്റാർഡ് എന്നും പറഞ്ഞേ അവനൊരു ലൈക്ക് ഇട്ടിട്ടുണ്ട്, ഞാനും കൊടുത്തൊരു ലൈക്ക്. എടാ മണ്ട, അവൻ നിന്റെ തള്ളക്ക് വിളിച്ചാണ്. എന്റെ ചന്ദ്ര, എന്താ അത്? ഇത് കുഴപ്പാവൂട്ടോ. എടാ ഇത് ബോംബാന്ന് തോന്നുന്നു. എടാ നീ ബോംബ് നേരത്തെ കണ്ടിട്ടുണ്ടോ? ഇതാണോ ബോംബ്? ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് അത് തന്നെ കേട്ടാ, പല ടൈപ്പ് സാധനം ഉണ്ട് ഇത്. ആരെങ്കിലും ഒന്ന് വിളിച്ചു നിങ്ങള്? അതെ, കുറച്ചിറങ്ങി നോട്ടാ നിങ്ങള്, ചിലപ്പോ പൊട്ടിത്തെറിക്കും. ഹലോ, ബോംബോ? എന്തിരിവാടത്? നിനക്ക് ആ റോയിൽ നിന്ന് മേടിച്ചാ പോരെന്നാ? റോയിൽ തന്നെ മേടിച്ച. പിന്നെന്തോ രുചിക്കുറവും ഒടുക്കത്തരും. നീ അടുത്ത് പോയി കുടിച്ചേ. വണ്ടി വരുന്നത് വിട്ടോളാ. മാറിയല്ലേ? ആരടാ ബോംബുണ്ടോ? അതിലെന്താണെന്ന് അറിയാൻ പാടില്ല സാറേ, അതാണ്. സാറിന് വിഷയങ്ങളൊക്കെ അറിയാലോ. അല്ല സാറേ, ഇനി ചിലപ്പോൾ മനഃപൂർവ്വം അവര് നമ്മുടെ അമ്പലത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് നീയൊക്കെ നശിപ്പിച്ച് ഇറങ്ങുമല്ലേ? എന്തോന്ന് കണ്ടോണ്ടിരിക്കുന്നത്? കണ്ടല്ലോ എല്ലാരും. അങ്ങോട്ട് മാറിക്ക്. എല്ലാരും വീട്ടിൽ പോ. സമാധാനമല്ലോ. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? നമ്മുടെ ഓമന മാമാജി രാജേന്ദ്ര ചേട്ടൻ പൊന്നുമകൻ കള്ളക്കേസിലകത്താണ്. ജയിലിൽ നിന്നു കിടപ്പാണ്. വാവാജയിൽ കിടക്കുമ്പോൾ ഞങ്ങൾ വീട്ടിൽ ഉറങ്ങില്ല. വാവേ ജയിലിൽ അടച്ചിട്ട് നടക്കും ചട്ടകളെ പിന്നെ കണ്ടോളാം. പിന്നെ കണ്ടോളാം. നടക്കും ചട്ടകളെ പിന്നെ കണ്ടോളാം. നമസ്തേ പ്രിയരെ, പ്രകടനം നടത്തിയില്ലെങ്കിലും വാവ പുറത്തിറങ്ങും. അതിനുള്ള ഏർപ്പാടുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കരുത്ത് തെളിയിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രകടനം. ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കരുത്. നമ്മൾ തോറ്റു കൊടുക്കാൻ തുടങ്ങിയാൽ എന്നും തോറ്റുകൊണ്ടേയിരിക്കും. വാവ നാളെ റിമാൻഡിൽ നിന്നിറങ്ങും. ജയിലിൽ കയറിയ വാവ പുറത്തിറങ്ങുന്നത് പഴയ വാവയായിട്ടല്ല. സംഘടനയ്ക്ക് വേണ്ടി ശത്രുവിന്റെ കോട്ടക്കൊത്തളങ്ങൾ ഭേദിച്ചവനാണവൻ. ഇനി മുതൽ വാവ നമ്മുടെ സംഘടനയുടെ മുഴുവൻ സമയ പ്രവർത്തകരായിരിക്കും. സംഘടനയുടെ ആഗ്നേയ അസ്ത്രമാണവൻ. ആഗ്നേയ അസ്ത്രമാണ്. ജയ് ഭാരത്. बोलो राजस्थानी शैलेंद्र कुमार बाबा जी की. बोलो राजस्थानी शैलेंद्र कुमार बाबा जी की. जय 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 जय. ഇപ്പൊ ഇറങ്ങായിരിക്കും. बोलो बाबा जी की. बोलो बाबा जी की. बोलो बाबा जी की. बोलो राजस्थानी बाबा जी की. बाबा जी की. ജയ് ഭാരത്. ജയ് ഭാരത്. ജയ് ഭാരത്. ജയ് ഭാരത്. ജയ് ഭാരത്. കേറ്റി വണ്ടി കേറ്റി. ജയ് ഭാരത്. ജയ് ഭാരത്. ജയ് ഭാരത്. നല്ലട്ടോ, ഞാൻ ബസ്സിൽ വന്നോളാം. ഇതൊന്നും വേണ്ട. ബാബാജിയാ അതാരി. ജയ് ജയ് ബാബാജി.
അടിച്ചാൽ കിട്ടത്തില്ല കേട്ടോ. അതൊക്കെ ആരാണ്? KGPയുടെ ആശയും ആവേശവുമായ വ്യക്തിജീവിതത്തിൽ നേരിന്റെയും നെറിവിന്റെയും പക്ഷത്ത് നിൽക്കുന്ന നമ്മുടെ വാവയെ എതിരാളികൾ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച വിവരം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ജയിലിനെ തറവാട് പോലെ കാണുന്ന പോരാളികളുടെ പ്രസ്ഥാനമാണ് KGP. ഈ അവസരത്തിൽ ഈ ധീരനായ നായകനെ, നമ്മുടെ സ്വന്തം വാവയെ അനുമോദിക്കുന്നതിനും ഉപഹാര സമർപ്പണത്തിനും ആശംസകൾ അർപ്പിക്കുന്നതിനും KGPയുടെ പൂജ്യനായ സമാരാധനായ ജില്ലാ പ്രസിഡന്റ് മോഹൻജിയെ ആദരപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊള്ളുകയാണ്. ജയ് ഭാരത്. ഹാരാർപ്പണം, ഹാരാർപ്പണം. ജയ് ജയ് ബാബാജി. ജയ് ബാബാജി. ജയ് KGP. ജയ് KGP. ജയ് മോഹൻജി. ജയ് ബാബാജി. ജയ് KGP. बोलो KGP की. പൂജനീയ മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, അന്യമതസ്ഥരായ സഹോദരങ്ങൾ, ഇതൊരു സംഭവമായി ഞാൻ കാണുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കേണ്ടതായിരുന്നു. വാവയല്ലെങ്കിൽ മറ്റൊരാൾ. നമ്മുടെ രാജ്യം ഇതെങ്ങോട്ടാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? പിറന്ന നാട്ടിൽ അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടി പോരാടുന്നവർക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരും. വാവയെക്കുറിച്ച് ഞാൻ പലപ്പോഴായി കേട്ടിട്ടുണ്ട്. ധീരനാണ് ഈ യുവാവ്. ആർഷഭാരത രക്തം സിരകളിൽ പേറുന്ന പോരാളിയാണ് ഈ വാവ. കടന്നുപോയ കാലത്തെ മുൾവഴികളെ കുറിച്ചല്ല വാവ ആലോചിക്കുന്നത്. ഞാൻ ഈ പോരാളിയെ എങ്ങനെയാണ് അഭിനന്ദിക്കുന്നത്? അദ്ദേഹത്തെ ഓർത്ത് ഞാനും പ്രസ്ഥാനവും അഭിമാനം കൊള്ളുകയാണ്. ഈ ധീരനെ KGPയുടെ സൂര്യശോഭയാർന്ന വിളക്കായി ഞാൻ പ്രഖ്യാപിക്കും. ആർക്കെങ്കിലും വാവയെ ഇല്ലാതാക്കണമെന്ന മോഹമുണ്ടെങ്കിൽ അത് നടക്കില്ലെന്നും, നാളെ വാവ ബലിദാനിയായി ഈ മണ്ണിൽ മരിച്ചു വീണാൽ 1000 വാവമാർ ആ രക്തത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. വന്ദേ മാതരം. വന്ദേ മാതരം. ജയ് KGP. ജയ് KGP. ജയ് KGP. നീ ചോറെടുത്ത് കഴിക്കും മോനെ. നിന്നെ എല്ലാവർക്കും അറിയാലോ. ആരും ഒന്നും ചെയ്യില്ല. എടുത്ത് കഴിക്കാട്ടാ. ഇവക്ക് വന്ന കൂട്ടര് പോയി. അവർക്ക് ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. ഇനിയൊരു കൂട്ടര് വരാനുണ്ട്. എന്താവോ എന്തോ. നിനക്ക് തൂറാൻ വേറെ ഒരു സ്ഥലവും കിട്ടിയില്ലല്ലോടാ. അവര് പോണെങ്കിൽ പോട്ടെ, ചേട്ടൻ അതോർത്ത് വിഷമിക്കണ്ട. എന്നാലും അവരങ്ങനെ പറഞ്ഞല്ലോ നീ പള്ളി പൊളിക്കാൻ കയറിയെന്ന്. എന്റെ പേടി അതല്ല. നീ ഇനി കുറച്ചു ദിവസത്തേക്ക് ഒറ്റയ്ക്ക് എങ്ങും പോകണ്ട. പിന്നെ നമ്മളോടിപ്പം സൈനുത്തയുടെ വീട്ടുകാരും മിണ്ടൂല. അവര് മിണ്ടത്തിലേക്ക് മിണ്ടണ്ട. നാട്ടുകാര് പറയുന്നത് പോലെ നിനക്ക് പള്ളിയോട് ദേഷ്യമൊന്നും അല്ല. വലിയ നേതാക്കന്മാരും നിന്നോട് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. എടാ അവര് ലീവിലാണല്ലോ. 2 ആഴ്ചയായിട്ട് ലീവിലാണ്. എന്ന് വരുമെന്നറിയോ? അതറിയില്ല.
നമ്മുടെ വാവാജി അല്ലേ ചെമ്പരിക്കല്ലേ? നമസ്തേ ജി. അല്ലെങ്കിൽ എന്റെ തോന്നലായിരിക്കും. ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ മൈൻഡ് ചെയ്യണ്ട. ജാഫർക്ക കേറ്. അവരാരും കയറൂലടാ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല കാര്യങ്ങൾ. വാവേ നീ ഒന്ന് സൂക്ഷിച്ചോ. സംഭവം മൊത്തം കയ്യിൽ നിന്ന് പോയിന്നാ തോന്നുന്നത്. എനിക്കറിഞ്ഞൂടാ ഇതെന്ത് നാടാണത്. വാവേ ഇങ്ങനെ പറഞ്ഞു. അതെ, ഇവര് പള്ളത്തുനിന്ന് വരികയാണ്. നാളെ നമ്മുടെ ഒരു പരിപാടി ഉണ്ട് അവിടെ. നീ പോണം. ഓട്ടം പോകാനാണ്? ഓട്ടം പോവാനാ? എടാ, നിനക്കുണ്ടായ കാര്യങ്ങളും ജയിലിലുണ്ടായ പീഡനങ്ങളും അതിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനയും കുറിച്ച് ഈ പള്ളത്ത് നടക്കുന്ന യോഗത്തിൽ വിശദീകരിക്കണം. എന്ത് പീഡനം? അവിടെ പീഡനമൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ ബഹുമാനമായിരുന്നില്ലേ? ഞാൻ തീവ്രവാദി ആയതുകൊണ്ട് എന്നെ ആരും ഒരു തെറി പോലും പറഞ്ഞിട്ടില്ല. നല്ല ശാപ്പാടും. പിന്നെ ഗൂഢാലോചന ഒന്നും ഇല്ല ചേട്ടാ. ആ സമയത്ത് പള്ളിയിൽ കയറി ചെന്നിട്ട് നമ്മൾ വേറെ പരിപാടിക്ക് പോയാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അവർ പേടിച്ചിട്ട് ചെയ്തതാ. പിന്നെ ആ മുക്രിയുടെ വൈരാഗ്യവും. അത് തന്നെ. അബദ്ധവശാൽ നീ പള്ളി കയറിയതിന് നിന്നെ തീവ്രവാദിക്ക് തല്ലിയില്ലേ? അത് അവിടെ പോയിട്ട് പറയണം. അതിന് എന്നെ ആരും തല്ലിയിട്ടില്ല. ഈ പാതിരാത്രി അമ്പലത്തിലാണ് കയറിയെങ്കിൽ നിങ്ങൾ ബാക്കി വെച്ചേക്കൂ. അതെ, അധികം സാഹിത്യമൊന്നും പറയണ്ട. നീ പോണം. പിന്നെ ഈ വഴിയിൽ വാട്ടർ ഷെഡ് എടുക്കുന്ന പരിപാടിയില്ലേ, അത് നിർത്തിക്കോ. പിന്നെ വീട്ടിൽ ചെലവിന് നിങ്ങൾ തരുമോ? നല്ലട്ടാ. തരും. ഞാനല്ല, ജില്ലാ കമ്മിറ്റി അതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ, വാട്ടർ ഷാർക്കെങ്കിലും വാടക കൊടുത്തു കേട്ടാ. അപ്പൊ നാളെ ഓക്കെ. പറ. എന്താണ് ഒരു വലിയ രഹസ്യം പറച്ചില്? എന്താണ് പുള്ളി പറഞ്ഞത്? അയാൾക്ക് ഭ്രാന്ത്. എന്നാലും ഒരു വീട് പോലെ കഴിഞ്ഞിരുന്നതല്ലേ. എന്നിട്ടൊരു വാക്ക് പറഞ്ഞില്ലല്ലോടാ. അവളെനിക്ക് മെസ്സേജ് ഇട്ടമ്മേ. അവർക്കൊരു കുഴപ്പമില്ല നമ്മളോട്. ഈ പള്ളിക്കാരിയൊക്കെ പേടിച്ചിട്ടാ. എത്ര വഴക്ക് പറഞ്ഞാലും മോളെ പോലെ കൊണ്ടു കിടന്നതല്ലേ ഞാൻ അവളെ. ഓട്ടമ്മേ, നമുക്കറിയാലോ കാര്യം. ഒരു മൂക്കിപ്പനി വന്ന എൻ്റെ അടുത്താ പറയാറ്. ചിട്ടി അടിച്ചിട്ട് കെട്ടിയനോട് പറഞ്ഞില്ലേ സൈനുത്ത? 1 വർഷം ആ കാശ് ഞാനാ വച്ചിരുന്നത് കല്യാണ ചെലവിനെ. അവക്ക് പ്രായമായപ്പോ പുത്തൻ ഉടുപ്പ് ഞാൻ കൊടുത്തതായിട്ടത്. എന്നിട്ടിപ്പോ നീ ഒരുത്തനായതിനൊക്കെ കാരണം. അവന്റെ ഒരു ഓട്ടവും തൂറ്റലും. നല്ലട്ടാ, ഇന്ന് വൈകുന്നേരം പള്ളത്തെ മീറ്റിങ്ങിന് ഞാനും ഉണ്ട്. പ്രസംഗിച്ചുള്ള ശീലമില്ല. അനൗൺസ് ചെയ്താണ് ശീലം. അതുപോലെയല്ലല്ലോ പ്രസംഗം. സത്യമായിട്ടും എനിക്ക് പറ്റിയൊരു അബദ്ധമായിരുന്നു ആ പള്ളിയിലെ സംഭവം. കുറച്ചു പേർക്കെങ്കിലും അത് അറിയാവുന്നതാണ്. അല്ലാതെ ഒരു കാര്യത്തിലും
അങ്ങനെ തീവ്രമായി നിൽക്കുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ വിശ്വാസം എനിക്ക് പ്രധാനമാണ്. അതുപോലെ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഞാൻ മാനിക്കുന്നു. ഇത് ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. എന്നുവെച്ച് എൻ്റെ മാത്രമല്ലല്ലോ, മറ്റു മതക്കാരുടെയും വിശ്വാസികളുടെയും ഒക്കെ രാജ്യമാണിത്. എനിക്കുള്ള അതേ അവകാശം എല്ലാവർക്കും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഒരാളാണ്. കുടുംബം എൻ്റെ ചുമലിലാണ്. ഒരു പെങ്ങളാണുള്ളത്. അവളുടെ വിവാഹാലോചന ഇത് കാരണം മുടങ്ങി. ഇതിൻ്റെ പേരിൽ എന്നാരും പോരാളിയാക്കരുത്, തീവ്രവാദിയാക്കരുത്. എൻ്റെ പെങ്ങൾക്കും എന്നെ ആലോചനകൾ ഇനി മുടങ്ങരുത്. എല്ലാവരും പോലെ എനിക്കും ജീവിക്കണം. പലരും ഇപ്പം എന്നോട് മിണ്ടുന്നില്ല, എൻ്റെ ഓട്ടോയിൽ കയറുന്നില്ല. അതെനിക്ക് സഹിക്കാൻ കഴിയണില്ല. ഞാനൊരു പാവ മനുഷ്യനാണ്. ദയവേത് എന്നെ ദ്രോഹിക്കരുത്. അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ അവസാനിപ്പിക്കേണ്ടി വരും. നിർത്തുന്നു. പ്രിയമുള്ള മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, പൂജ്യ ബാവാജി സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തീവ്രവും മുനകളൊളിപ്പിച്ചതുമായ ഒരു പ്രസംഗമായിരുന്നു. നിങ്ങളിൽ പലർക്കും അത് മനസ്സിലായി ആവില്ല. അദ്ദേഹത്തെ പോലെ ഒരു തികഞ്ഞ സംഘടനാ സ്നേഹി, ആത്മബോധമുള്ള ഒരു സമുദായ സ്നേഹി, ആത്മനിയന്ത്രണമുള്ള ഒരു പോരാളി വെറും കവലച്ചട്ടമ്പികൾ പറയുന്നത് പോലെ അവർ പറയില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ, എന്താണ് അദ്ദേഹം പറഞ്ഞത്? എനിക്ക് പറ്റിയത് ഒരബദ്ധമായിരുന്നു. എന്നെ പള്ളിയിൽ വെച്ച് കണ്ടത്, എന്നെ പള്ളിയിൽ വെച്ച് പിടിച്ചത് അതെന്റെ ഒരബദ്ധമായിരുന്നു. അപ്പോൾ എന്താണ് അതിന്റെ മറുഭാഗം? ഇനി അബദ്ധം പറ്റില്ലെന്നാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ശരിയായ രീതിയിലല്ലെങ്കിൽ ഇനിയൊരബദ്ധം പറ്റില്ല. പിന്നെ പറഞ്ഞതെന്താണ്? ഞാൻ തീവ്ര നിലപാടുള്ളയാളല്ല. അതായത് വേണ്ടി വന്നാൽ തീവ്ര നിലപാടുകൾ എടുക്കും എന്നാണ്. നിങ്ങൾക്കത് താങ്ങാനാകില്ല എന്നാണ്. പിന്നെയോ, ഇതെന്റെ നാടാണ്. എനിക്കുള്ളതുപോലെ അവകാശം മറ്റുള്ളവർക്കുമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു മറുവശമുണ്ട്. എൻ്റെ അത്ര അവകാശമേ നിങ്ങൾക്കും ഇവിടെയുള്ളൂ. അതിനപ്പുറം കടക്കേണ്ട എന്നാണ് വീണ്ടും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ എന്നോട് കാണിക്കുന്നത്, എന്നോട് മിണ്ടാത്തത്, എൻ്റെ വണ്ടിയിൽ കയറാത്തത്, എന്നെ സങ്കടപ്പെടുത്തുന്നത് ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്നവരെ സങ്കടപ്പെടുത്തുന്നതിന് തുല്യമാണ്. അങ്ങനെ സങ്കടപ്പെടുത്തിയാൽ എനിക്ക് എന്നെ തന്നെ അവസാനിപ്പിക്കേണ്ടി വരും. അതിന്റെ അർത്ഥം ആത്മഹത്യ ചെയ്യുമെന്നല്ല, ബലിദാനിയാകുമെന്നും അല്ലെങ്കിൽ ചാവേറാകണമെങ്കിൽ ചാവേറാകുമെന്നുമാണ്. ധീരനായ ബാവാജിയുടെ വാക്കുകൾ, ആ വാക്കുകളിൽ നിന്നും നമ്മൾ ഊർജ്ജം ഉൾക്കൊള്ളണം. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. ഇതവനല്ലേ ആ പള്ളി കയറിയ? അതവൻ തന്നെടാ. ഹലോ, ഞാൻ എന്താ അങ്ങോട്ട് വരിക. കല്യാണമൊക്കെ അവിടെ നടക്കട്ടെ. ഞാൻ നിനക്ക് നല്ല പൊറോട്ടയും ചിക്കൻ കറിയും മേടിച്ചോണ്ട് വരാം. അല്ലെങ്കിൽ ബിരിയാണി വേണോ? അമ്മോട് പറ, എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഞാൻ മേടിച്ചോണ്ട് വരുന്നു. നീ ഇനി അവിടെ നോക്കിയിരിക്കണ്ട, നമുക്ക് തകർക്കണ്ടേ? നമ്മളെ ചാമ്പാനുള്ള പരിപാടിയൊന്നും കട തകർക്കൊന്ന്. പിന്നെ സൂക്ഷിച്ചോ. എന്താ പ്രശ്നം? എന്ത് എന്തോ തകർക്കുന്നു പറഞ്ഞു. എന്ത് വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ലട്ടാ. എന്ത് പ്രശ്നം? നിങ്ങൾക്കിപ്പോ എന്താ പ്രശ്നം?
ഞങ്ങളല്ല പ്രശ്നം ഉണ്ടാക്കിയത്, നിങ്ങളാ പ്രശ്നം ഉണ്ടാക്കിയത്. ഇതേ വെറുതെ ആവശ്യമില്ലാണ്ട് എന്നെ മെക്കിട്ട് കയറിയ ഒറ്റെണ്ണത്തിന് വെറുതെ വിടൂല. ഞങ്ങളെ തൊട്ട് ഞങ്ങളും വെറുതെ വിടൂടാ. നിനക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയൊന്നും പോരാലേ, നിന്നെ കാണിച്ചാലോ ഞാൻ. വിടില്ലടാ. എന്നെ തല്ലാൻ കയറിയിട്ട് പിന്നെ വെല്ലുവിളിക്കണ പാടാ കാണിച്ചാ. തനിക്കിപ്പോ എന്താ വേണ്ടത്? 10 പൊറോട്ട, 2 ചിക്കൻ ഫ്രൈ, 2 ബിരിയാണി. ബാവച്ചേട്ടാ, ബാവച്ചേട്ടാ. എന്താടി ആരെങ്കിലും കാണും, കരയില്ലേ? നിങ്ങൾ ആരുമില്ലാതെ ഞാനൊക്കെ ഒറ്റയ്ക്കായ പോലെ. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. എൻ്റെ മനസ്സുകൊണ്ട് ഞങ്ങളെല്ലാം അവിടെ ഉണ്ട്. അമ്മേനെ തിരക്കായിരുന്നു. കരയുന്നുണ്ടാവൂലേ? ഇത് കുഞ്ഞുമോൾക്കും അമ്മയ്ക്കും കൊടുത്തേക്ക്. പത്തിരി ഇറച്ചിക്കറിയാം, അമ്മയ്ക്ക് ഇഷ്ടമാണ്. ബാബുചേട്ടാ, നിങ്ങളെന്ന് പറഞ്ഞ സത്യമാണോ? അയാൾ അങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? ഏതാണ്? ബിരിയാണി ചട്ടുകത്തിന് കൈയും കാലും വെച്ച പോലെ. എന്താടി, ഞാനത് നിന്നെ ചൊടിപ്പിക്കാൻ വേണ്ടി. അവ സുന്ദരനല്ലേ, നല്ല വെളുത്തിട്ട് നീണ്ട് വണ്ടി. ബാബുചേട്ടാ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്നോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ ആ TV ഒന്ന് നിർത്തോ. ഇവിടെ ആർക്ക് എന്ത് പറ്റിയാലെന്താ? കുടുംബവളക്കം, സീതാ കല്യാണം ഒക്കെ കണ്ടോണ്ടിരുന്നാ മതിയല്ലോ. അത് കാണുമ്പോ വരുന്ന സങ്കടം ഇവിടെ ആരെങ്കിലും ചത്താലും ഇല്ലല്ലോ. അവര് കല്യാണത്തിന് വിളിക്കാത്തവര് നീ എന്തിനാ എന്റെ മേക്കിട്ട് കയറുന്നത്? നീ എന്റെ മോനോട് പോയിട്ട് ചോദിക്ക്. പെണ്ണെന്തിയേ? അവളെവിടെ പോയി? എനിക്കറിയത്തില്ല, പോയി തിരക്ക്. നീ ഇതിനകത്ത് ഇങ്ങനെ അടയിരിക്കണ്ട. അവര് വിളിച്ചില്ലെങ്കിൽ വിളിക്കണ്ട. കുഞ്ഞുമോളെ കല്യാണത്തിന് നമുക്ക് അവരെയും വിളിക്കണ്ട. ഹലോ ഹലോ ബാബേ. എവിടെ? ഒരു വിവരമില്ലല്ലോ. എന്നോടൊരു വാക്കുപോലും പറയാതെ പോയല്ലേ. എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ഇപ്പൊ എവിടെയാ? ലീവ് കഴിഞ്ഞെത്തിയോ? അറിഞ്ഞു. ലീവൊക്കെ കഴിഞ്ഞു. ബാബ വീട്ടിലേക്കൊന്ന് വരാമോ? ഓട്ടോ ആണോ? എപ്പോഴാ വരണ്ടേ? അല്ല, ഓട്ടോ ഒന്നല്ല, ഇപ്പൊ തന്നെ വന്നോളൂ. വരണേ, ഞാൻ വെയിറ്റ് ചെയ്യും. ആ.
മിസ്റ്റർ വാവ, വെൽക്കം വെൽക്കം. വാവേ, ഇതാ ജോർജ് ഉടിച്ചായ. മിനിയാന്ന് വന്നു. പ്ലീസ് കം. ഞാൻ പറഞ്ഞില്ലേ വാവയുടെ അടുത്ത മാസം ഇച്ചായനിങ് വരുന്ന പറഞ്ഞതാ. കൃത്യസമയത്ത് പുള്ളിക്കാരനിങ് എത്തി. ഇച്ചായന് വാവയെ നല്ലോണം അറിയാം. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ, ഞാൻ കുടിക്കാൻ എടുക്കട്ടെ? തണുത്ത് തന്നെ എടുക്കല്ലേ? ഞാൻ അവളോട് പറയാറുണ്ട് ആരോട് വേണേലും സഹകരിക്കാൻ. പക്ഷെ ആരോട് സഹകരിച്ചാലും ഇടപെട്ടാലും അവരുടെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ഈ വേണം. പഴയ കാലമൊന്നുമല്ലല്ലോ. സാങ്കേതിക സൗകര്യമൊക്കെ നമ്മൾ ഉപയോഗിക്കണം. എന്റെ കയ്യിലുണ്ട് വാവയുടെ ഫുൾ ഡീറ്റെയിൽസ്. ഇത് കണ്ട വാവയുടെ ഫുൾ ഡീറ്റെയിൽസ്. ഫോട്ടോ, വീട്, ആധാർ. നമ്മളെപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം, അല്ലേ വാവേ? കുടിക്കൂ. ആ, കുടിക്ക്. ഇത് കുറച്ച് സാധനങ്ങളാ. അതിലൊരു കവറുള്ളത് അനിയത്തിക്ക. കുറച്ച് കോസ്മെറ്റിക്സാ. പിന്നെ അച്ഛൻ ചോദിച്ചു വാവ കുടിക്കുമെന്ന്. ഞാൻ പറഞ്ഞു വാവ ഡീസൻ്റാന്ന്. ആ വാവേ, എൻ്റെ വിസ റെഡി ആയിട്ടോ. 5 വർഷത്തേക്കുള്ള ലീവും ഓക്കെ. ഞങ്ങളിന്ന് വൈകുന്നേരം നാട്ടിലേക്ക് പോകും. അവിടുന്ന് മറ്റന്നാൾ കാനഡയിലേക്ക്. കുടിക്ക്. കുറച്ചുകൂടെ കുടിക്കേ. മതിയാ? ഇറങ്ങുവാണോ? ഓക്കെ. ശരി. ഉമ്മ, ഷാജാൻ എന്തിയെ? വിളിച്ചിട്ട് കിട്ടുന്നില്ല, സ്വിച്ച് ഓഫാ. ഓനും വാപ്പയും കൂടി സൈനബാന്റെ മോളുടെ നിക്കാഹിന് പോയിരിക്കുക. മോൻ നിക്കാഹ്. ഞാൻ പോട്ടുമ്മ. ഷാജാൻ വരുമ്പോ ഒന്ന് പറഞ്ഞാൽ മതി. വാവേ മോനെ, എന്താണെന്നൊന്നും എനിക്കറിയില്ല. നാട്ടുകാരോരോന്ന് തോന്നിയ പോലൊക്കെ പറയുന്നുണ്ട്. നീ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. പഠിച്ചോനെ തൊട്ടുള്ള കളിക്ക് നീ പോവില്ല എന്നും അറിയാം. പക്ഷേ ഇവിടെ ഷാജഹാന്റെ വാപ്പ അതൊന്നും പറഞ്ഞ് തിരിയൂല മൂപ്പർക്ക്. നിന്റെ കൂടെ കൂടി നടക്കുന്നതിന് തന്നെ എന്നും വഴക്കവന്. ഞാനൊരു കാര്യം പറഞ്ഞ മോൻ വിഷമിക്കരുത്. മോൻ ഇനി ഇങ്ങോട്ട് വരരുത്. എനിക്ക് വയ്യ മോനെ അങ്ങേരുടെ ചീത്ത കേൾക്കാൻ. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ. എല്ലുമ്മ, ഇനി വരില്ല. പ്രശ്നങ്ങളൊക്കെ തീരട്ടെ. ഹലോ, ഞാൻ രോഹിണിയിലുണ്ട്. നീ ഇങ്ങോട്ട് വാ, ഒരു ബിയർ അടിക്കാം. ഓക്കെ. വാവയല്ലേ? അതെ, പുറത്തൊരാൾ വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ കാറിൻ്റെ അടുത്തേക്കൊന്ന് വരും. എന്താണ്? നിനക്കറിയാവുന്ന ഒരാളാ, വണ്ടിക്കകത്തുണ്ട്. ഒന്ന് വരുമോ? അതെ, എടോ ഇതൊന്ന് നോക്ക്, ഞാൻ പുറത്തെടുക്കാം. ശരി സാർ. അടുത്തുണ്ട്, വെളിയിൽ തന്നെ ഉണ്ട്. ഇതിലെ എവിടെ? വണ്ടിക്കകത്തുണ്ട്. എന്താ കാര്യം?
ബാറായോണ്ട് ഇറങ്ങാത്ത വണ്ടിക്കകത്തിരിക്കുക. പിന്നെ പേടിക്കാതെ അവര് പറഞ്ഞു നിങ്ങളുടെ അടുത്തേക്കാന്ന്. ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. എന്നോടൊന്ന് പറഞ്ഞാ പോരെ, എന്തിനാ ഈ നാടകം? വിളിച്ചാ വരുമെന്നറിയാം, എന്നാലും അതല്ലോ. ചില കാര്യങ്ങൾ നീ അറിയാൻ്റെ. നമ്മുടെ ടൗണാണ്, ആളും ബഹളമൊക്കെ ഉണ്ട്. എന്നിട്ടും ഒരു ഈച്ച പോലും അറിയാതെയാണ് ഇവർ നിന്നെ പൊക്കിയത്. അവർക്കാകും അതുപോലെ. ഒരു മനുഷ്യൻ അറിയാതെ നിന്നെ പൊക്കും. ആ നമ്മുടെ ആളുകളൊക്കെ എത്തിയില്ല. ഒന്നുമില്ലേ, വെറുതെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണ്. ഞാനാകെ പേടിച്ചുപോയി, ആരാന്നറിഞ്ഞില്ല. അതാണ് പിറകത്തന്നെ വന്നത്. ഇനി ഈ മണ്ടത്തരം കാട്ടരുത്. കൊണ്ടുപോയത് മറ്റവന്മാരായിരുന്നെങ്കിൽ നീയും തീർന്നു പോകും. ഒരു കാര്യം ചെയ്യുമ്പോൾ ആവേശം മാത്രം പോരാ, ആലോചനയും വേണം. അതുകൊട്ടെ, ഇനി മേലാല് ഇമാതിരി സ്ഥലത്ത് നീ പോകാൻ നിൽക്കരുത്. നളിനേട്ടാ, നിങ്ങൾ എന്തോന്നീ പറയുന്നത്? എനിക്ക് വീടും പൂട്ടി അതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റുമോ? വീട് പൂട്ടിയിരിക്കണ്ട, പക്ഷെ നീ ബാറി പോകരുത്. സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് നീ. നാളെ നിനക്ക് പലതും ചെയ്യാനുണ്ട്. സമുദായത്തിന്റെ ആദർശം നമ്മളായിട്ട് കളയരുത്. പിന്നെ നിന്റെ ഓട്ടോറിക്ഷ പണി, മുൻപ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ആ പണി വേണ്ട. ഇതേതാ ഈ വീട്? ഇതും നമ്മുടെ ഒരു വീടാണ്. ഞാൻ ഇറങ്ങാ, എനിക്ക് പോയാ ബൈക്ക് എടുക്കണം. ആശുപത്രിയിലേക്ക് ഒരു ഓട്ടം പോകാനാണ്. ആരാണ്? എവിടെ നിന്നാണ്? ഞാൻ പാവൂട്ടി. വാപ്പയ്ക്ക് ഒട്ടും വയ്യ, ആശുപത്രി പോണം. ഏത് പാവൂട്ടി? ആരടാ? ഞാനാ കുന്നുപുറത്തെ, ഗൾഫിലുള്ള. പറഞ്ഞിരിക്കുന്ന നേരമില്ല. അയ്യോ വേണ്ട. വാപ്പക്ക് എന്ത് പറ്റിയാണ്? നെഞ്ചു വേദനടാ. ഒന്ന് വേഗം വന്നേ, വാതിൽ തുറക്ക്. എടാ തുറക്കാൻ. ഇല്ല, ഞാൻ വരില്ല. നിങ്ങൾ വേറെ വണ്ടി വിളിക്ക്. അവിടെ വണ്ടിയൊന്നും ഇല്ലെന്ന്. വേഗം വാതിൽ തുറക്ക്. ഇല്ല, ഞാൻ വരില്ല. എടാ വാതിൽ തുറക്ക്. എനിക്ക് സ്ഥിരം ഉണ്ടായിരുന്ന ഓട്ടം പോലും ഇപ്പൊ ഇല്ലാണ്ടായി. ഇനി ഈ നാട്ടിൽ നിന്ന് ആരും കയറുന്നൊന്നുമില്ല. വല്ല തമിഴ്നാട്ടിൽ പോയി ഓടിക്കേണ്ടി വരും. എടാ വാവേ, നീ അറിഞ്ഞില്ലേ നമ്മുടെ കുന്നുംപുറത്ത് പാപ്പുടിയുടെ വാപ്പ മരിച്ചു ഇന്ന് കാലത്ത്? അറ്റാക്കായിരുന്നു. നീ വിളിച്ച് അവൻ എടുക്കും. വിഷമിക്കില്ല, അവനിങ്ങ് വരുമെന്നേ. ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഞാനാ പറഞ്ഞ ഇന്നലെ കഥക് തുറക്കണ്ടെന്ന്. അത് പാരാന്ന് എങ്ങനെ അറിയാ? ഈശ്വര, എന്റെ കൊച്ചിത് എവിടെ പോയി കിടക്കുവാണോ? വാവയാണ് വാവ. ഡാ, നീ ഇതെവിടെയാടാ? നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. കുഞ്ഞോളെന്നെ വിളിച്ചിരുന്നു. ഞാനിപ്പോ നിന്റെ വീട്ടിലാ. എനിക്ക് വയ്യടാ.
ഞാൻ ആ ബാവുട്ടിയുടെ മുഖത്ത് എങ്ങനെ നോക്കും? എടാ ഇവിടെ അമ്മയ്ക്ക് ആകെ പേടിച്ചിരിക്കുവാടാ. നീ ചെയ്യാൻ വന്ന് നിനക്ക് എന്നോടെങ്കിലും വാക്ക് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നു. അല്ലടാ ബാവുട്ടി. എടാ അതൊക്കെ പറഞ്ഞ അവന് മനസ്സിലാവില്ലേ? നീ ഇങ്ങോട്ട് വന്ന് പേടിക്കണ്ട, അവനിപ്പോ വരും. നേരല്ല വണ്ടി കിടന്ന് കാണാം. എടാ ഷാജാനെ, എടാ എനിക്ക് ഉടനെ നിന്നെ ഒന്ന് കാണണം. ചേട്ടനോട് അവനൊന്നും പറഞ്ഞില്ലേ? നമുക്കൊന്ന് വിളിക്കായിരുന്നു അവനെ. 2 ദിവസമായിട്ട് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, വീട്ടിലുമില്ല. കുഴപ്പമാക്കോ നല്ലേട്ടാ? ഏയ്, എന്തായിരിക്കും പറയാൻ പോകുന്നത്? അവന്റെ ഒരു മനസ്സോറക്കല് എന്തായിരിക്കും പറയാൻ പോകുന്നത്? നല്ലതായിട്ട് അവനൊന്ന് വേറിട്ട് വിടായിരുന്നു കേട്ടോ. അതിനവൻ പിടി തരണ്ടേ? അവൻ വീണ്ടും ഇടക്കാരുണ്ടാക്കണ ലക്ഷണം കേട്ടാ. നമ്മളെ അവൻ വല്ലതും പറഞ്ഞാലും വിടരുത് സുലൈമാനെ. പിന്നല്ലാതെ പറഞ്ഞാ പിന്നെ അർത്ഥോണം. നിങ്ങളോടൊന്നും പറഞ്ഞില്ലടാ അവൻ? ഇല്ലെന്നേ, വീട്ടുകാർക്ക് പോലും അറിയാൻ പോലെ അവിടെ പോയി. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും കേൾക്കണം. ഞാൻ അറിയാത്ത കാര്യത്തിനാ എല്ലാരും ചേർന്ന് എന്നെ ദ്രോഹിക്കുന്നത്. എന്റെ പെങ്ങളുടെ കല്യാണം മുടങ്ങി ജയിലിൽ കിടക്കേണ്ടി വന്നു. ഒരു കുടുംബം പോലെ കഴിഞ്ഞവരിപ്പം മിണ്ടാതായി, വീട്ടിൽ കയറ്റാതായി. എല്ലാരും ചേർന്ന് എന്നെ ഭീകരനാക്കി. എനിക്കങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇപ്പൊ എനിക്ക് എല്ലാരും പേടിയാ. എനിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റണില്ല. എനിക്കും പഴയ പോലെ ജീവിക്കണം. അതുകൊണ്ട് ആ സത്യം നിങ്ങൾ അറിയണം. ഞാൻ അന്ന് പള്ളി കയറിയത് ബോംബ് വയ്ക്കാനല്ല. എനിക്ക് അമ്പലം പോലെ തന്നെയാണ് പള്ളിയും. അന്ന് ഞാൻ പള്ളിയിൽ കയറിയത്. നിർത്ത്. വാവ പറയുന്നത് കള്ളാണ്. ഇവൻ ആർക്കോ വേണ്ടി നുണ പറയാ. എനിക്കറിയാം, ഗ്രാമങ്ങളിലെ പള്ളികൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾക്കെതിരെ നമ്മുടെ പാർട്ടിയുടെ ഏതോ ഘടകം ഏൽപ്പിച്ച ജോലിയായിരുന്നു അത്. എന്നിട്ടിപ്പോ നുണ പറയുന്നത് എന്തിനാ? വാവ കള്ളക്കളി കളിക്കുക. അല്ല, നിന്റെ ഈ വാക്കുകൾ ഞങ്ങളും വിശ്വസിക്കില്ല. ആദ്യ ശ്രമം പരാജയപ്പെട്ടപ്പോ പുതിയ തന്ത്രമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. ഇത് നമ്മളെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമം. ഇല്ല, ഇവര് പറയണ വിശ്വസിക്കരുത്. ഈ കള്ളന്മാര് നമ്മളെ പറ്റിക്കുക. മതത്തിന്റെ പേരും പറഞ്ഞ് ഞങ്ങളെയൊക്കെ തമ്മിലടുപ്പിച്ച് കൊല്ലണോ? കൊല്ല്.
ഒട്ടകങ്ങൾ വരി 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 നിങ്ങൾ ഈ നാട്ടിൽ കണ്ടുപോയത്